കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ലതും വിലയേറതുമായ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒരു സന്ധ്യാവേള കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി നമുക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തെ സാവകാശം ഒരുക്കിയല്ലോ. ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊത്ത് തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കാനായിട്ട് പാസ്റ്റർ അശോക് കുമാർ നമ്മോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ലൈവിലായി ദൂരത്തും ചാരത്തുമായി സൂം പ്ലാറ്റ്ഫോമിലൂടെയും ഫേസ്ബുക്ക് ലൈവിലൂടെയും തുടർന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെയും ഈ സാക്ഷ്യം കേൾക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. അനേകായിരങ്ങൾക്ക് ഒരു ആശ്വാസമായി തീരത്തക്ക നിലയിൽ കർത്തദാസിന്റെ സാക്ഷ്യം അനേകർക്ക് ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്തദാസിനെ ആമേൻ ക്ഷണിക്കും മുൻപായിട്ട് ഒരു നിമിഷം കർത്താവിന്റെ ദാസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ അഭിഷിക്തനെ ഞങ്ങളോടൊത്ത് കൂട്ടി വരുത്തിയതിനായിട്ട് സ്തുതിക്കുന്നു. ഭൂമിയും ഭൂമണ്ഡലവും അല്ല നിവാസികളും അങ്ങേക്കുള്ളതാണല്ലോ കർത്താവെ. വളരെ തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ കർത്താവെ നേരിട്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഞങ്ങളെ ഇത്രത്തോളം നിലനിർത്തി പ്രത്യേകാൽ കർത്താവെ ഞങ്ങളുടെ സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കൺട്രോളിങ്ങിലായിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ ഏതുമില്ല, അപ്പൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. അങ്ങയുടെ ദാസന്റെ നാവായി വായായി കൂടെ ഇരിക്കണമേ കർത്താവെ. ഈ നിലയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സാക്ഷ്യവാചകം തുടർന്നും കർത്താവെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവെ ഈ സാക്ഷ്യം ഉതകുവാൻ ദൈവം ഇടയാക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. നന്മകളാൽ നിറച്ചനുഗ്രഹിക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകലമാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണം സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അശോക് കുമാറിനെ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. ഞാൻ പാസ്റ്റർ അശോക് കുമാർ, കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ പാർക്കുന്നത് കോഴിക്കോട് ടൗണിനടുത്തായിട്ടാണ്. സ്തോത്രം. കർത്താവിന്റെ ദാസന് സഭാ ശുശ്രൂഷ ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ സഭാ ശുശ്രൂഷ ഒഴിവാക്കിയിട്ട് 8 വർഷമായി. ഇപ്പം സ്വതന്ത്ര ശുശ്രൂഷയാണ്. കർത്താവ് അയക്കുന്നിടത്ത് പോയിട്ട് സാക്ഷ്യം പറയും, വചനവും ഘോഷിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കാണ് ഞാൻ ചോദിക്കുന്നത്. ആമേൻ. ഓരോരുത്തർക്കും ഓരോ നിലകളിലാണല്ലോ ദൈവം കൃപ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം നമ്മുടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, നമ്മുടെ കർത്താവിന്റെ നാമത്തെ സാക്ഷിക്കുവാൻ കാലാകാലങ്ങളിൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. അതെവിടെയായിരുന്നാലും അത് നിറപടിയായി ചെയ്തെടുക്കുവാനുള്ള ദൈവകൃപ കർത്താവ് ധാരാളമായി പകരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട് കർത്താവിന്റെ ദാസന്റെ? എന്റെ വീട്ടില് ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഇപ്പോ എനിക്ക് 3 മക്കളാണ്. 2 ആൺമക്കളും ഇളയതൊരു മോളും. അവരെല്ലാം കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ഓരോരുത്തർ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പം ഒരു വാടക വീട്ടിൽ പാർത്തുകൊണ്ട് അടിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. സ്തോത്രം. അനുഗ്രഹീതമായ ഒരു കുടുംബമാണ്. മക്കളെ, കൊച്ചുമക്കളെ ഒക്കെ കാണുവാൻ ദൈവം ഭാഗ്യം നൽകി. എത്രയോ ദമ്പതികൾക്ക് ഇങ്ങനെയൊക്കെ ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം ആമേൻ തുടങ്ങുന്നതിന് മുൻപായി തന്റെ ബാല്യകാലത്തിലെ നല്ല സ്മരണകള് എങ്ങനെയാണ് കർത്താവിനെ അറിയുവാൻ ഇടയായത്. നമ്മുടെ പ്രേക്ഷകരിൽ പലർക്കും ആമേൻ ആഗ്രഹം കാണും. ആമേൻ ഈ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന്. പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ കാണും. ഒരു പക്ഷെങ്കിൽ ആമേൻ ഓരോരുത്തരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഡിസിഷൻ എടുക്കുവാനും ദൈവത്തെ അറിയുവാനും ഒക്കെ കാരണമാക്കും. അതുകൊണ്ട് കർത്താവിന്റെ ദാസന്റെ ബാല്യകാലത്തിലെ സ്മരണകളെയും ആമേൻ മറ്റ് കർത്താവ് നടത്തിയ വിധങ്ങളെയും ധാരാളം സാക്ഷ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മുടെ സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി കർത്തനാമത്തെ ഉയർത്തുവാൻ കർത്തദാസനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യങ്ങൾ തുടർന്നാട്ടെ. പറഞ്ഞതുപോലെ എൻ്റെ പേര് അശോക് കുമാർ. ഈ വചനദീപ്തി എന്ന സൂം മീറ്റിംഗിൽ ഇത് ലോകം മുഴുവൻ കാണുന്നൊരു സൂം പ്ലാറ്റ്ഫോം ആണല്ലോ. ഇവിടെ ഈ എളിയവനും
കർത്താവിന് സാക്ഷിയായി യേശുവിൽ നാവായിരിക്കാൻ സ്വർഗം എനിക്ക് ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനദീപ്തിയുടെ അഡ്മിനായ വാത്സല്യ കത്തുദാസി ഞാൻ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, ഞങ്ങൾ കുറഞ്ഞ നാളത്തെ പരിചയമേ ഉള്ളൂ എങ്കിലും അടുത്തു കഴിഞ്ഞപ്പോൾ വളരെ വർഷങ്ങളുടെ ബന്ധമുള്ള പോലെ തോന്നുന്നു. വാത്സല്യ കത്തുദാസി ബീന തോമസ് ആൻഡ്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തെ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. മാത്രമല്ല ഈ ലൈവിൽ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകമൊട്ടുക്കുമുള്ള എല്ലാ എൻ്റെ വാത്സല്യ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ദൈവദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിച്ചു കൊള്ളുന്നു. നേരത്തെ വാത്സല്യ കർത്തദാസി പരിചയപ്പെടുത്തിയ പോലെ എൻ്റെ പേര് അശോക് കുമാർ. അതിനു മുമ്പ് ഒരു വാക്ക് പറഞ്ഞോട്ടെ, ഒരു വാക്യം. ഫിലിപ്പർ 1:12 ഇപ്രകാരം ഒരു വാക്യമുണ്ട്. ഫിലിപ്പർ 1:12 ഇപ്രകാരം ഒരു വാക്യമുണ്ട്: എനിക്ക് ഭവിച്ചത്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് പറഞ്ഞതാണ്. അപ്പൊ അതിന് മാത്രം പൗലോസ് അനുഭവിച്ച പോലെ ഒരു കഷ്ടം ഒരു അപ്പോസ്തലന്മാരും അനുഭവിച്ചില്ലെന്ന് എൻ്റെ കാഴ്ചപ്പാട്. യേശു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ചത് പൗലോസ് ആയിരിക്കാം. എന്നാൽ അതുപോലെ തന്നെ പൗലോസിനും അത്ര ഇല്ലെങ്കിലും ഇതുപോലെ ഒത്തിരി കഠിനമായ ശോധനയിലൂടെ, കഷ്ടങ്ങളിലൂടെ, വേദനയിലൂടെ, ഒറ്റപ്പെടുത്തലിലൂടെ, തള്ളലിലൂടെ, അള്ളിക്കളയിലൂടെ കടന്നു വന്ന ഒരു എളിയ സുവിശേഷകനാണ് ഞാൻ. എനിക്ക് അങ്ങനെ പറയാൻ യോഗ്യതയില്ല. എല്ലാം കർത്താവിന്റെ കൃപ, കർത്താവിന്റെ അനുഗ്രഹം ഒന്ന് മാത്രം. ഞാൻ ഒന്നുമല്ല. ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത് ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ എനിക്ക് അവസരം ഒരുക്കിയ എന്റെ കർത്താവായ യേശു. ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, എന്നെ കണ്ടിട്ടില്ലാത്ത ഒരു വാത്സല്യ കർത്തദാസി അങ്ങ് ഇംഗ്ലണ്ടിലിരുന്ന് എന്നെ വിളിച്ചിട്ട് ഒരു വാക്ക് പറയാമോ സാക്ഷ്യമായി ചോദിക്കുമ്പോൾ ഞാൻ ആ കർത്താവിന്റെ നാമത്തെ, കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് എൻ്റെ കണ്ണ് നിറയുകയാണ്. 10ാം ക്ലാസ് 10 തവണ തോറ്റവനായി എനിക്ക് എന്ത് യോഗ്യതയുള്ളത് ഇതിനകത്ത് കയറിക്കൂടാൻ? ഓർമ്മ, ഞാൻ ജനിച്ചു വളർന്നത് കോഴിക്കോട് ടൗണിൽ നിന്നും ഒരു 12 കിലോമീറ്റർ അകലെ ഒരു ഗ്രാമത്തിലാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 7 മക്കളായിരുന്നു. അതിൽ 6 ആണും ഒരു പെണ്ണും. എൻ്റെ മൂത്തത് ഒരു ചേച്ചിയും 3 പുരുഷന്മാരും, പിന്നെ ഞാനും എൻ്റെ അനിയനും. അങ്ങനെ ഒരു നല്ല കുടുംബം. ഞങ്ങൾ തറവാട്ടിൽ എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശമാണ്. അവിടെ വലിയ അമ്പലം, കല്യാണ മണ്ഡപം, പിന്നെ കാവ്, കുളം, വലിയ തറവാട്, കൊയ്ത്തും കൃഷിയും എല്ലാം ചേർന്ന് വലിയ തറവാട്ടാണ് ജനിക്കപ്പെട്ടത്. അങ്ങനെ എൻ്റെ കുഞ്ഞുനാളൊക്കെ എൻ്റെ 5ാം വയസ്സ് വരെ തറവാട്ടിലായിരുന്നു, നാട്ടുപുറത്തായിരുന്നു. അങ്ങനെ വളരെ സന്തോഷപ്രദമായ ജീവിതമായിരുന്നു. അച്ഛന് ഒരു ചെറിയ ബിസിനസ്സായിരുന്നു. ഞങ്ങൾ ഹൈന്ദവ പശ്ചാത്തലത്തിൽ വളർന്നുകൊണ്ടും അമ്മയുടെ അച്ഛൻ്റെ വീട്ടിൽ അമ്പലം ഉള്ളത് കൊണ്ടും ഞങ്ങൾക്ക് കുഞ്ഞുനാളിലെ വലിയ ദൈവഭക്തൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഐഡൽസ്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഭക്തന്മാരെ. കുഞ്ഞുനാളിൽ അമ്മയുടെ വായിലൂടെയാണ് ഞാൻ ദൈവത്തെ അറിയുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം. അങ്ങനെ ഇരിക്കെ എൻ്റെ അച്ഛൻ ഒരു പാവ മനുഷ്യനാണ്. ചെറിയൊരു ബിസിനസ്സൊക്കെ കഴിഞ്ഞു പോകുന്ന കാലങ്ങളിൽ അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ അച്ഛൻ്റെ ഒത്തിരി സ്വത്തുള്ള ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ. എന്നാൽ പിൽക്കാലത്ത് എന്തെല്ലാമോ അച്ഛൻ്റെ അനിയന്മാരാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അത്രയൊന്നും അറിവില്ല. അച്ഛൻ്റെ സ്വത്തെല്ലാം കൈമാറ്റപ്പെട്ടു, കൈമറഞ്ഞു പോയി. അച്ഛൻ ഈ സ്വത്തിനെ കുറിച്ചെല്ലാം ബോധം വരുന്നത് അച്ഛൻ്റെ ബിസിനസ് തകർന്ന് മുൻപോട്ട് പോകാൻ യാതൊരു മാർഗവും ഇല്ലാത്ത സമയത്താണ് അച്ഛൻ തൻ്റെ കുടുംബ സ്വത്തിനെ പറ്റി ചോദിക്കുന്നത്. ഈ സമയത്ത് അച്ഛൻ്റെ പേരിലെ സ്വത്തെല്ലാം ആരൊക്കെയോ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞു. അന്നൊക്കെ നമ്മളെ പോലെ ഫോട്ടോ വെച്ചോ അല്ലെങ്കിൽ ഒന്ന് ആധാരം ഉണ്ടാക്കുന്ന, പ്രമാണം ചമയ്ക്കുന്നത് ഫോട്ടോ വെച്ചോ ഐഡന്റിറ്റി കാർഡ് വെച്ചോ ഒന്നുമല്ല, ഒരു വിരലടയാളം മതി, അത് ആർക്കും ചെയ്യാം. അങ്ങനെ അച്ഛൻ്റെ സ്വത്തെല്ലാം കൈമാറ്റം ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛന് പിന്നെ നിൽക്കക്കള്ളില്ലാതായി. 7 മക്കൾ. അങ്ങനെ അച്ഛൻ ഒത്തിരി ആദിയായി, മാനസികമായി തകർന്ന്. എനിക്കത് 5 വയസ്സാണ്. തകർന്ന് കാണും. ഞങ്ങൾ ആരും എങ്ങും എത്തിയിട്ടില്ല. അങ്ങനെ അച്ഛൻ സൂയിസൈഡ് ചെയ്തു. ഈ ഭൂമിയിൽ അച്ഛൻ മാറ്റപ്പെട്ടു. തറവാട് നിൽക്കാൻ വകയില്ലാതെയായി. ഞങ്ങൾ അവിടുന്ന് നേരെ കോഴിക്കോട് ടൗണിനടുത്തേക്ക് വന്നു. അമ്മയും എൻ്റെ 3-4 ചേട്ടന്മാരും ചേച്ചിയും അനിയനും. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കോഴിക്കോട് ടൗണിലാണ്. ഒരു വാടക വീട് എടുത്തോണ്ട് ഞങ്ങൾ ജീവിതം ആരംഭിച്ചു. ചേട്ടന്മാരൊന്നും പുറക്കം പറ്റാറായില്ല എങ്കിലും അവരോരോ ജോലിയെല്ലാം കണ്ട് അങ്ങനെ ഞങ്ങൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം. വാടക വീട്ടിലാണെങ്കിലും
പലപ്പോഴും പട്ടിണിയാണ്, വിശപ്പാണ്. ഒന്ന് ഞാൻ മനസ്സിലാക്കി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം വിശപ്പാണ്. കുഞ്ഞുനാളിൽ ഒത്തിരി പഠിച്ചതാണ്, അനുഭവിച്ചതാണ്. സ്കൂളിൽ പോകുമ്പം പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അച്ഛൻ മരിച്ച് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ അച്ഛൻ മരിച്ച ആ സെയിം ആണ്ട് വന്നപ്പോൾ, ആ ഡേറ്റ് വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മാനസികമായിട്ട് എൻ്റെ അമ്മ തകർന്നു പോയി. അത് മാനസിക രോഗി അമ്മ മാറി. നല്ലൊരു കുടുംബത്തിൽ നന്നായി ജനിച്ചു വളർത്തപ്പെട്ട അമ്മ ഒന്നുമില്ലാതെ അന്യന്റെ ഒരു വാടക മുറിയിൽ പാർക്കുമ്പോൾ അതായിരിക്കാം എൻ്റെ അമ്മയെ അങ്ങനെ മാനസികമായി തകർന്ന് അമ്മ മാനസിക രോഗിയായി മാറും. അപ്പോൾ ദുരിതത്തിന്മേൽ പിന്നെയും ദുരിതം വന്ന് കൂടാൻ തുടങ്ങി. ഞങ്ങൾ വിളിക്കുന്ന 33 ദൈവങ്ങൾ ഞങ്ങൾക്കുണ്ട്. അമ്മയുടെ വീട്ടിൽ അമ്പലമുണ്ട്, അച്ഛൻ്റെ വീട്ടിൽ അമ്പലമുണ്ട്. ഈ ദൈവങ്ങളൊന്നും ഞങ്ങൾ കണ്ടില്ല. ദാരിദ്ര്യം, പട്ടിണി, അമ്മയുടെ രോഗം. അങ്ങനെ ചേട്ടന്മാരൊക്കെ ഓരോ വഴിക്കൊക്കെ കറങ്ങി തിരിഞ്ഞ് എല്ലാം കൂടെ അങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ അങ്ങനെ ജീവിച്ചു പോകാനുള്ള മാർഗമായി. ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ഏതെങ്കിലും കടയിലൊക്കെ പോയി എന്തെങ്കിലും ജോലി ചെയ്യും. വിശപ്പാണ്. അങ്ങനെ ആ കടയിൽ നിന്ന് വല്ലതും കിട്ടി അതുകൊണ്ട് വിശപ്പടക്കും. ഇങ്ങനെയൊക്കെ കുഞ്ഞുനാൾ കടന്നുപോയി. അങ്ങനെ 10ാം ക്ലാസ്സിൽ തോറ്റു. പിന്നെ ജോലി വേണം, ജോലിക്ക് അന്വേഷിക്കണം. അപ്പൊ ചേച്ചിമാർ ചേട്ടന്മാരെല്ലാം പഠനം നിർത്തി. ജോലി വേണം, എന്ത് ജോലി? കിട്ടുന്ന ജോലിക്കെല്ലാം പോകും. ഇങ്ങനെയായി കുറച്ച് കഴിഞ്ഞപ്പോ ഒരു 10-20 വയസ്സ് വരെയൊക്കെ അങ്ങനെയൊക്കെ പോയി. ഇതിനിടയ്ക്ക് എല്ലാ വേണ്ടാത്ത വഴികളിലും പോയി. ആരും പേടിക്കാനില്ല, ആരും ചോദിക്കാൻ, എല്ലാവർക്കും ജീവിതത്തിന്റെ പ്രശ്നത്തിൽ ഓടി നടക്കുന്ന ചേട്ടന്മാരാണ്. അങ്ങനെ 20 വയസ്സായപ്പോൾ ഞങ്ങൾ കോഴിക്കോട്ട് വലിയ സിനിമാ കമ്പനി ഉണ്ട്. ആ സിനിമാ കമ്പനി എനിക്കൊരു ജോലി കിട്ടി, റെപ്രസെന്റേറ്റീവ് ആയിട്ട്. വലിയ കുഴപ്പമില്ലാത്ത ജോലിയാണ്, വരുമാനം കുറവാണെങ്കിലും എനിക്ക് ഫ്രീഡമായി, ആരെയും പേടിക്കണ്ട. ആ ജോലി മുഖാന്തരം ഞാൻ കേരളം കംപ്ലീറ്റും മദ്രാസിലും ബാംഗ്ലൂരൊക്കെ യാത്ര ചെയ്യണമെന്ന്. വീട്ടിൽ വല്ലപ്പോഴേ വന്ന് കയറുള്ളൂ. ആരെയും ചോദിക്കാൻ നേരമില്ല, നിയന്ത്രിക്കാൻ നേരമില്ല, ഭരിക്കാൻ നേരമില്ല, ശാസിക്കാൻ നേരമില്ല. അങ്ങനെ ആയിരിക്കെ അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലപ്പോഴും വീട്ടിൽ വരും. അങ്ങനെ ഒരു യോഗ്യതയുള്ളൊരു ജോലി പോലെയൊക്കെ തോന്നി, ഒരു വൃത്തിയുള്ളൊരു ജോലി. ഇത് കഴിഞ്ഞ് 1980 എൻ്റെ കല്യാണം കഴിക്കേണ്ടി വന്നു. ഇപ്പോഴുള്ള എൻ്റെ ഭാര്യ ലളിത. 80 ഏപ്രിൽ 6 കല്യാണം കഴിഞ്ഞു. നമ്മളുടെ സമയത്തിന്റെ പരിമിതി പോലും വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് പോവാണ്. അങ്ങനെ 80 കല്യാണം കഴിഞ്ഞു. ഒരു 10-90 ആകുമ്പോഴേക്ക് ഞങ്ങൾക്ക് 3 മക്കളായി, 2 ആണും 1 പെണ്ണും. മൂത്ത മകൻ അഭിലാഷ്, ഇളയ മകൻ അവിനാഷ്, ഇളയത് അനു. 3 മക്കളായി. അപ്പോഴേ ഞങ്ങൾക്ക് ചെറിയ വീടൊക്കെ സെറ്റായി. ഞങ്ങൾ കോഴിക്കോട് ടൗണിനടുത്തുള്ള കൊച്ചു സ്ഥലമൊക്കെ വാങ്ങി വീടൊക്കെ വെക്കാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു. ആ സമയത്ത് ഞാൻ നല്ല മദ്യപാനി. എവിടെയെങ്കിലും തിയേറ്ററോ ഏതെങ്കിലും നാട്ടിൽ പോയാൽ, കണ്ണൂരോ കാസർഗോഡോ അല്ലെങ്കിൽ ട്രിവാൻഡ്രോ പോയാൽ ആദ്യം ചോദിക്കുക അമ്പലം എവിടെയാണെന്നാണ്, അടുത്ത അമ്പലം എവിടെയാണ്. അപ്പൊ അവര് നല്ല വിശ്വാസിയല്ലേ, അതേന്ന് പറയും. രാവിലെ ചെന്ന് രാത്രി ചോദിക്കുക മദ്യഷാപ്പ് എവിടെയാണ് ചോദിക്കുക. അങ്ങനെ ഈ അമ്പലവും മദ്യവുമായിട്ട് ഇങ്ങനെ ഈ മ്ലേച്ഛകരമായ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കെ 3 മക്കളായി. എൻ്റെ ഇളയ മോൾ 10ാം ക്ലാസ് പഠിക്കുമ്പം ആണ് ഞാൻ ഈ വ്യത്യാസം വരുന്നത്. കാരണം എനിക്കൊരു 42 വയസ്സായപ്പോൾ, അതായത് 1997 ആയപ്പം എൻ്റെ തലയ്ക്കുള്ളിലൊരു വേദന, വല്ലാത്തൊരു വേദന, സഹിക്കാൻ കഴിയാത്ത വേദന. ഈ വേദന വരുമ്പോൾ ഞാൻ വീണ്ടും മദ്യത്തിൽ ആശ്രയിക്കും, പുകവലിക്കും. ഇത് പറയാൻ കാരണം എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരിച്ചു. എങ്ങനെയാ മരിച്ചതെന്നറിയോ? ഞങ്ങളെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ട്യൂമർ ആയിരുന്നു അദ്ദേഹത്തിന്. 3-4 വർഷം അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തു. ഞങ്ങൾ സാമ്പത്തികം വെച്ച് മുഴുവൻ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തു. അവസാനം അദ്ദേഹം ട്യൂമറായിട്ട് മരണപ്പെട്ടു. ഞങ്ങൾക്ക് അത്ര പരിമിതി ഉള്ളായിരുന്നു ചികിത്സിക്കാൻ. എൻ്റെ ജ്യേഷ്ഠൻ പോയി, അദ്ദേഹം കല്യാണം കഴിച്ചില്ലായിരുന്നു. എനിക്കന്ന് 10 വയസ്സ്. എന്നാൽ എൻ്റെ ഒരു 45-42 വയസ്സാകുമ്പോഴേക്ക് ഇതേ രോഗം എന്നെയും ബാധിച്ചു. തലയ്ക്കുള്ളിൽ ട്യൂമർ. ഈ അശോക് കുമാറിന് ട്യൂമർ വന്നു. അങ്ങനെ അതെനിക്ക് അറിയില്ല എന്താ രോഗം എന്നറിയില്ല. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ അന്നത്തെ ന്യൂറോ പ്രൊഫസർ ഡോക്ടർ AS ഗിരിജ, ആ മേഡത്തെ ചെന്ന് കണ്ടു. 2-3 വർഷം അവരുടെ ട്രീറ്റ്മെന്റിൽ കഴിഞ്ഞു. അവർ തരുന്ന ആ മരുന്നെല്ലാം കഴിക്കും, എല്ലാം വാങ്ങിച്ചു കഴിക്കും. അങ്ങനെ 3 വർഷം ആയിട്ടും ഈ രോഗം വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി വേദനയാകുമ്പോൾ ഞാൻ ഈ ഭിത്തിക്കിട്ട് തലയ്ക്ക് അടിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര ദേഷ്യ. അങ്ങനെ ഇരിക്കെ ഞാൻ ഡോക്ടറോട് ഒരു പേഴ്സണൽ ചെന്ന്, ഡോക്ടർ ഇത് എന്താ സംഭവം എന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ട്യൂമർ ആണെന്ന് പറഞ്ഞു. അന്ന് തുറന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ഓർത്തു എൻ്റെ ജ്യേഷ്ഠൻ പോയത് അങ്ങനെ തന്നെ. എൻ്റെ ജ്യേഷ്ഠനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റി അതേ പിശാച് എന്നെയും
ഭൂമിയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു ട്യൂമറിലൂടെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ യാതൊരു മാർഗവുമില്ല. ഞങ്ങൾക്കൊരു വീടും 3 മക്കളും തട്ടിമുട്ടിയൊക്കെ ഒരുവിധം തട്ടിമുട്ടി ജീവിച്ചു പോകുന്നൊരു കാലമാണ്. ആരും സഹായിക്കാനില്ല, ആരും സഹായിക്കാനില്ല. അങ്ങനെ ഇരിക്കെ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ വേണം. ഞാൻ ഈ കാര്യം എൻ്റെ ഭാര്യയോട് ഷെയർ ചെയ്ത് ഭാര്യ തനിയെ പോയിട്ട് ഡോക്ടറെ കണ്ടു. ഞാൻ പിന്നെയും പോയി ഡോക്ടറെ കണ്ടു. അപ്പൊ വൈഫ് പറഞ്ഞു ഇത് നമുക്കൊരു കാര്യം ഉള്ള വീടും അന്ന് എൻ്റെ മകളെ SLC പഠിക്കുക, 10ാം ക്ലാസ്സാണ് ഇളയ മകള്. നമുക്ക് വീടും സ്ഥലവും വിറ്റേച്ച് നിങ്ങളുടെ തലയുടെ ആ ട്രീറ്റ്മെന്റ് നടത്താം. അത് 2-2.5 ലക്ഷം രൂപ അന്ന് വേണം. അത് 98, 99 കാലങ്ങളിൽ. അപ്പൊ ഞാൻ ഓർത്തു ഞാനിപ്പോ ഈ വീട് വിറ്റുകൊണ്ട് എനിക്ക് ട്രീറ്റ് ചെയ്താൽ ഞാൻ പഴയ പോലെ ആകുമോ? വീണ്ടും ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്ന്, എൻ്റെ വീട് അന്ന് മെഡിക്കൽ കോളേജ് 4 കിലോമീറ്റർ അകലെയാണ്, അത്രയേ ഉള്ളൂ. ഡോക്ടറിൽ നിന്ന് ഡോക്ടർ ഞാൻ ചോദിച്ചു, മാഡം ഞാൻ ഇങ്ങനെ ഈ ഓപ്പറേഷൻ ചെയ്താൽ ഈ പഴയ അശോക് കുമാറിനെ അതുപോലെ തന്നെ തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു അവർ ബ്രാഹ്മണ സ്ത്രീയാണ്. ഡോക്ടർ പറഞ്ഞു എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. അവരുടെ ദൈവം എന്റെയും ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഒരു പക്ഷേ സ്ട്രോക്ക് വരാം, കണ്ണിന് കാഴ്ച പോകാം, മറ്റു സൈഡ് എഫക്ട് എന്തെങ്കിലും ഉണ്ടാവാം. നോ ഗ്യാരണ്ടി, നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും, ദൈവത്തിന്റെ കരങ്ങളിലാണെന്ന് അവർ പറഞ്ഞു. ഞാൻ ആകെ വിഷണ്ണനായി, ആകെ ദുഃഖിച്ചു, വല്ലാതെ ഭാരപ്പെട്ടു. ഞാൻ കരുതി ഞാനങ്ങ് മാറിക്കളഞ്ഞാൽ ഭൂമിയിൽ നിന്ന് എൻ്റെ ചേട്ടൻ പോയി ഞാനങ്ങ് പോയി കളഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, വീട് അവിടെ ഉണ്ടാവും, മക്കൾ എങ്ങനെയെങ്കിലും വളർന്നോട്ടെ എന്ന് കരുതി. സഹായിക്കാൻ ആരുമില്ല. ജ്യേഷ്ഠന്മാരൊന്നും വലിയ കഴിവുള്ളവരല്ലായിരുന്നു അന്ന്. എൻ്റെ ഭാര്യ വീട്ടുകാരും വലിയ സഹായം ചെയ്യാറില്ല. അങ്ങനെ ആർക്കും സഹായിക്കാനില്ല. പിന്നെ അഭിമാനം, അതുകൊണ്ട് ആരോടും ചോദിക്കുകയില്ല. എല്ലാ വേദനയും ദുഃഖവും മനസ്സ് ഒതുക്കിക്കൊണ്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മുൻപോട്ട് പോകുമ്പം ഞാൻ ഒന്ന് തീരുമാനിച്ചു, മരിക്കുക. എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. രണ്ടാമത്തെ മകൻ എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ ട്യൂമറായിട്ട് പോയി. ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്, എല്ലാവർക്കും ഭാരമായിട്ട്? ഈ വീട് വിറ്റിട്ട് ഓപ്പറേഷൻ ചെയ്താലും ഞാൻ രക്ഷപ്പെടും തോന്നുന്നില്ല. അപ്പൊ മനസ്സിൽ എപ്പോഴും ഒരേ ഒരു ചിന്ത, ആത്മഹത്യ. ആ സമയത്ത് ആ വർഷം ഞാൻ സിനിമാ തിയേറ്റർ വാടകയ്ക്ക് നടത്തിയ കോഴിക്കോട് മുക്കം എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് സിനിമാ തിയേറ്റർ ഞാൻ വാടകയ്ക്ക് ലീസ് നടത്തുന്ന സമയത്താണ് ഇങ്ങനെ ഈ കംപ്ലൈന്റ് അധികമായത്. അങ്ങനെ ഈ ഡോക്ടർ പറഞ്ഞ ഇതും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ജീവിക്കണ്ട, മദ്യപാനം കൂടി, ധാരാളം മദ്യപിക്കും, പുകവലിക്കും, എല്ലാവരോടും ദേഷ്യപ്പെടാൻ തുടങ്ങി. സിനിമാ തിയേറ്റർ വളരെ ലോസിൽ പോകാൻ തുടങ്ങി. ഈ സമയത്താണ് ജീവിതം അടുത്തു, ഇനി മുമ്പോട്ടില്ല. അപ്പൊ എങ്ങനെ സൂയിസൈഡ് ചെയ്യണം? കയറുകൊണ്ട് കെട്ടി തൂങ്ങണോ, അല്ലെ പോയസൺ കഴിക്കണോ, അല്ലെങ്കിൽ ലിക്കറിൽ വല്ലതും ഇട്ട് കഴിച്ച് മരിക്കണോ? അങ്ങനെ ഒരുപാട് ചിന്ത. രാത്രി ഉറക്കമേ ഇല്ല, തീരെ ഉറക്കമില്ലാതായി, ആകെ ഭാരപ്പെടുന്ന സമയം, വളരെ വിഷമിക്കുന്ന സമയം. ഈ സമയത്താണ് ജീവിതത്തിൽ ട്വിസ്റ്റ് ഉണ്ടായത്. ആ ട്വിസ്റ്റ് ഉണ്ടാക്കിയത് നമ്മുടെ ബഹുമാനനായ, ഞാൻ ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വാത്സല്യ കർത്താസൻ ബ്രദർ പി ജി വർഗീസ് അങ്കിൾ എഴുതിയ അത്ഭുതങ്ങൾ താക്കോൽ എന്നൊരു പുസ്തകം എൻ്റെ വീട്ടിൽ ആരോ കൊണ്ടിട്ടു. ആരോന്നറിയില്ല. ഒരു പ്രാവ് പറക്കുന്ന ഒരു താക്കോലൊക്കെ ഉള്ള ഒരു പുസ്തകം, നീല ചട്ടയുള്ള ഒരു പുസ്തകം, അത്ഭുതങ്ങൾ താക്കോൽ. ഒരു ദിവസം ഞാൻ രാത്രി സിനിമാ തിയേറ്ററിന് പതിവ് പോലെ മദ്യപിച്ചെല്ലാം വന്നു, വീട്ടിൽ വന്ന് കുളിച്ചു ആഹാരം കഴിച്ചപ്പോ ഈ പുസ്തകം കൊണ്ട് മേശപ്പുറത്ത് കിടക്കുന്നു. അപ്പൊ ഞാൻ വൈഫിന് ചോദിച്ചു, ഇത് ആര് കൊണ്ടിട്ട്? അവൾ ഇവിടെ ആരാ കൊണ്ടിട്ട് അറിയില്ല, ഇവിടെ കടന്നതാന്ന് പറഞ്ഞു. ആരോ വീട്ടിൽ കൊണ്ടിട്ട് പോയി. ഒരു ലഘുലേഖ, അത്ഭുതങ്ങൾ താക്കോൽ എന്നൊരൊറ്റ പുസ്തകം. ഞാൻ രാത്രി മദ്യപിച്ച് വന്ന് ആഹാരമെല്ലാം കഴിച്ചത് ചിറ്റവളിൽ ഇത് വായിച്ചുകൊണ്ടിരുന്നു. വായിച്ചപ്പോൾ അതിൽ വല്ല അത്ഭുതങ്ങളാണ്. എൻ്റെ ശബ്ദത്തിന് ട്രബിൾ ഉണ്ടാവും, വാക്കുകൾ ശരിക്കും വരില്ല കേട്ടോ. കാരണം എൻ്റെ തൊണ്ടയ്ക്കകത്ത് 2016 2 ഓപ്പറേഷൻ, എൻ്റെ തൊണ്ടയ്ക്കകത്ത് 2016 2 ഓപ്പറേഷൻ കഴിച്ച കാരണം ശബ്ദം തീരെ ഇല്ലാതായി. ഒരിക്കലും തിരുവല്ല മീറ്റിംഗ് ആണ്, അതിന് ട്രിവാൻഡ്രത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു 21 ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്കും ശബ്ദം കംപ്ലീറ്റ് പോയി. ENT ഡോക്ടേഴ്സ് പറഞ്ഞു, ഇല്ല ഇനി ശബ്ദം കിട്ടില്ല, നിങ്ങൾക്ക് പ്രയാസം, സംസാരിക്കരുത്, പ്രസംഗിക്കരുത്, പാടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡോക്ടർ സബീന ബെൻ എന്ന ഡോക്ടർ എൻ്റെ തൊണ്ടയ്ക്കകത്ത് നിന്ന് 2 ഗ്രോത്ത് കട്ട് ചെയ്ത് മാറ്റി. ഇനി പ്രസംഗിക്കരുത്, സംസാരിക്കരുത് അധികം എന്നൊക്കെ പറഞ്ഞു. അത് ബയോപ്സി കഴിച്ചപ്പോൾ അതിൽ ക്യാൻസർ ഒന്നുമില്ല എന്ന് കണ്ടു.
അങ്ങനെ അന്ന് എനിക്ക് താക്കീത് തന്നു, ഇനി നിങ്ങൾ സംസാരിക്കരുത്. എന്നാൽ 2016 മുതൽ ഇന്ന് 2025 ഈ നിമിഷം വരെ ഞാൻ എൻ്റെ കർത്താവിനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, നന്നായി ആരാധിക്കും. എന്റെ ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഒന്നുണ്ട്, ഈ മോശയെ പോലെ വിക്ക് ഉള്ള പോലെ ശബ്ദം ഉടമായിട്ട് സൈക്കിൾ ചെയ്ത് കിട്ടില്ല. ആ സൈക്ലിംഗ് പ്രയാസമാണ്. ഞാൻ ഉദ്ദേശിച്ച വാക്കുകൾ അതുപോലെ പ്രസന്റ് ചെയ്യാൻ എനിക്ക് കഴിയാറില്ല ആ ഓപ്പറേഷൻ ശേഷം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, താഴ്മയുടെ അപേക്ഷിക്കാണ്. എന്റെ ഈ ഡയലോഗ് പ്രസൻസിൽ എന്തെങ്കിലും കുറവുകളുടെ ഈ പ്രശ്നം കൊണ്ടാണ് ഞാൻ മുന്നമേ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ PG വർഗീസ് അങ്കിളിന്റെ അത്ഭുതങ്ങൾ താക്കോലിന്റെ പുസ്തകം വായിക്കാനായിട്ട് വന്നു. അതിൽ ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എനിക്കൊരു ബോധോദയുണ്ടായി. അടുത്ത ദിവസം രാവിലെ ഞാനൊരു പേനയും പേപ്പറും എടുത്തിട്ടെ PG വർഗീസ് അങ്കിളിന്റെ ആ പുസ്തകത്തിന്റെ പുറകിൽ ഒരു അഡ്രസ് ഉണ്ട്. PG വർഗീസ്, അന്തേരി മോദ്, ഡൽഹി എന്നൊരു അഡ്രസ് ഉണ്ട്. അത് കുറിച്ചെടുത്ത് അദ്ദേഹത്തിന് ഞാൻ, സാർ, ഞാൻ ഇങ്ങനെ ഈ രോഗത്താൽ ഭാരപ്പെടുന്നതാണ്. എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഞാൻ നല്ല അമ്പലഭക്തനാണ്. ദിവസം രാവിലെ അമ്പലത്തിൽ പോയി ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. അത്ര ഭക്തനാണ്, മദ്യപാനിയാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയപ്പോ അദ്ദേഹം പറഞ്ഞു, സഹോദര, നിങ്ങളെ വിഷമങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി 1 മാസം ഉപവസിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തൽക്കാലം നിങ്ങൾ നിങ്ങളെ പഴയ ദൈവങ്ങൾക്ക് മാറ്റിവെച്ചു യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എന്റെ വൈഫിനോടും പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ എനിക്കറിയാം എന്താ ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന ആണെന്ന്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എന്തറിയോ, അവരെന്നെ സ്നേഹിക്കുന്നു. ഡൽഹിയിലുള്ള ഞാൻ കണ്ടിട്ടില്ലാത്ത PG വർഗീസും അതേ ടീമും 1 മാസം എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്നാണ് അവർ പറയുന്നത്. വളരെ സന്തോഷം തോന്നി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം. വളരെ അത്ഭുതം തോന്നി. അങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് രുചിച്ചറിയാൻ തുടങ്ങിയായിരുന്നു. അന്ന് രാത്രി പതിവ് പോലെ തന്നെ വെള്ളമൊക്കെ കഴിച്ചാൽ വന്നിരിക്കുന്നത്. രാത്രി കിടന്നുറങ്ങി. എന്ത് പ്രാർത്ഥന, എനിക്കറിയാം എന്താ പ്രാർത്ഥന, ഒന്നും പ്രാർത്ഥിച്ചില്ല. എന്നാൽ അടുത്ത വെളുപ്പിനെ രാവിലെ 3 മണിക്ക് ഞാനും വൈഫും കട്ടിലേക്ക് കിടക്കുകയാണ്, മക്കൾ അപ്പുറത്തെ റൂമിലുണ്ട്. 3 മണിക്ക് എന്നെ ആരോ കൊട്ടി വിളിച്ചു, തട്ടി വിളിച്ചു എഴുന്നേക്കാൻ പറഞ്ഞുകൊണ്ട്. ഞാൻ നോക്കും വൈഫ് നല്ല ഉറക്കാണ്. ഇനി ആരായിരിക്കും? പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് മുഖം കഴുകി, യൂറിൻ പാസ് ചെയ്ത് മുഖം കഴുകി വന്ന് ഒരു പായ, ഞങ്ങളുടെ വീട്ടിലെ അമ്പലത്തിലെ ആൾക്കാരായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനാ പായുണ്ട്. ഈ ഒരു മറ്റേ ഒരു പുല്ലുപായ, നേർച്ച കൊടുക്കാൻ ഒരു പായുണ്ട്. ഇതെടുത്ത് വിളിച്ചിട്ട് ഈ 3 മണി സമയത്ത് ഞാൻ മുട്ടുമടക്കി. എന്താ പ്രാർത്ഥിക്കാൻ എനിക്കറിയില്ല. പക്ഷെ ഞാൻ മുട്ടുമടക്കി ഏതോ ഒരു പ്രേരണ, ഒരു ആത്മപ്രേരണയാൽ, ആരോ എന്തോ പ്രചോദനത്താൽ ഞാൻ കൈ മുകളിലേക്ക് ഉയർത്തി അങ്ങനെ ഇരുന്നു. 3 മണി കഴിഞ്ഞു. എത്ര മണിക്കൂർ കഴിഞ്ഞെന്ന് എനിക്കറിയില്ല. രാവിലെ 6 മണിക്ക് വൈഫ് ഉണർന്നപ്പോൾ വൈഫ് നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയോ, ഞാൻ കൈ ഉയർത്തി മുട്ടിന്മേൽ നിൽക്കുന്നതാണ്. എന്റെ കവിളിലൂടെ ജലം, കണ്ണീരിങ്ങനെ ഒഴുകുന്നു, ജലധാരയായി ഒഴുകുന്നുണ്ട്. അവൾ പറഞ്ഞു. അവൾ തട്ടി വിളിച്ചു. എന്താ ചോദിച്ചു. പക്ഷെ എന്താ, എനിക്കൊന്നും മനസ്സിലായില്ല. ഈ 3 മണിക്കൂറിനുള്ളിൽ യേശു ചിലതെല്ലാം പ്രവർത്തിച്ചു. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. ആരോ തട്ടി ഉണർത്തി, ഞാൻ മുട്ടുമേൽ നിന്നു, കൈ ഉയർത്തി. എനിക്ക് ഓർമ്മയുണ്ട്, രാവിലെ 3 മണിക്കൂർ കഴിഞ്ഞ് എന്റെ വൈഫ് എഴുന്നേൽക്കുമ്പോൾ ഞാൻ അതേ നിപ്പാണ്. കണ്ണിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. മറ്റൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്ന് എനിക്ക് മനസ്സിലായി, എന്റെ മേൽ എന്തോ സ്പർശനം ഉണ്ടായി, എന്റെ മേൽ എന്തോ ശക്തി വന്നു. എനിക്ക് അന്ന് മനസ്സിലായി, ഒരു ശക്തി എനിക്ക് വ്യാപരിച്ചു. പറഞ്ഞു വന്നപ്പോ അടുത്ത ദിവസം വേദനയില്ല. ഈ വേദനയില്ല. ആ വെളുപ്പിനെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പുതിയ മനുഷ്യമായി മാറി. ഞാൻ എഴുന്നേറ്റ് പുറത്ത് വൈഫ്, നിങ്ങൾ മുഖത്തെന്താന്ന് ചോദിച്ചു. എന്താ മുഖത്ത്? ഇത് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, മുഖത്തൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ, ഒരു വെളിച്ചം ഉണ്ടല്ലോ എന്നൊക്കെ വൈഫ് പറഞ്ഞു. എന്റെ മേൽ എന്നെ തകർക്കാൻ പിശാച് കെട്ടിയ ആ ട്യൂമർ എന്ന രോഗം എന്റെ യേശു സർജറി നടത്തി. അന്ന് വെളുപ്പിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡോക്ടർ AS ഗിരിജ സർജറി വേണമെന്ന് പറഞ്ഞ എന്റെ തലക്കിലെ ട്യൂമർ എന്റെ കർത്താവായി ഏറ്റെടുത്ത് മാറ്റി. ഞാൻ ആൾ മാറിയവനെ പോലെയായി. അടുത്ത ദിവസം എനിക്ക് തിയേറ്ററിൽ പോകണം. ഉച്ചയ്ക്ക് മദ്യപിക്കാൻ തോന്നുന്നില്ല, വലിക്കാൻ തോന്നുന്നില്ല. അടുത്ത ദിവസം ഞാൻ അമ്പലത്തിൽ പോയി. എന്നാൽ ഈ വിവരമൊക്കെ വെച്ചോട് ഞാൻ വാത്സല്യ കർത്തദാസൻ PG അങ്കിളിന് ഞാൻ എഴുതി, സാർ ഇങ്ങനെയൊക്കെ എന്റെ വിവരങ്ങള്, എനിക്കൊരു പ്രത്യേകതയൊക്കെ ഉണ്ടായ സംഭവമൊക്കെ അദ്ദേഹത്തിന് എഴുതി. അപ്പൊ അദ്ദേഹം മറുപടി പെട്ടെന്ന് തന്നു. 118 സങ്കീർത്തനം, 121 സങ്കീർത്തനം തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ആ ഒരു സങ്കീർത്തനവാക്യം വെച്ചുകൊണ്ട് എനിക്ക് ഒരു മറുപടി വന്നു അവരുടെ കവറിൽ. സഹോദര, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തന്നു. ഇനി നിങ്ങൾ നിങ്ങളെ ദൈവത്തെ ഒന്നും ആരാധിക്കാൻ പോകരുത്. അടുത്ത ഏതെങ്കിലും കൂട്ടായ്മ ഉണ്ടെങ്കിൽ അവിടെ
ഓ യേശുവിനോട് പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ ഒരു മറുപടി. അത് വർഷങ്ങൾക്ക് 25 വർഷം മുമ്പ് തന്നൊരു ലെറ്ററാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ഈ കൂട്ടായ്മ എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ ഞങ്ങൾ തൊട്ടപ്പുറ വീട്ടിൽ ഒരു CSI കുടുംബമുണ്ട്. ഞാൻ ആ വീട്ടിൽ പോയി ചോദിച്ചു എന്താ കൂട്ടായ്മ എന്ന്. ഞങ്ങൾക്ക് ഈ അമ്പലത്തിൽ പോകുന്ന പരിപാടികളുള്ളൂ. അന്ന് ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ഈ പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അദ്ദേഹം കത്തെല്ലാം വായിച്ചു. നിങ്ങൾ അവിടെ പോകുന്ന നന്നായിരിക്കും. അപ്പൊ ഞാൻ എന്റെ അനുഭവം പറഞ്ഞു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഞാൻ അമ്പലത്തിൽ പോയിട്ട് അതുപോലെ വരുന്ന സമയത്ത് താഴത്തൊരു ഒരു പെന്തക്കോസ് കൂട്ടായ്മ ഉള്ളൊരു വീടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ 1.5 കിലോമീറ്റർ അകലെ. ആ പാസ്റ്റർ പേര് ഫിലിപ്പ് എന്നാണ്. അദ്ദേഹം തൃശ്ശൂരിന് ഈയിടെ ആക്സിഡന്റായി മരിച്ചു. അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ എന്റെ ചെവിയിൽ പൂവും നെറ്റിയിൽ ചന്ദനവും കയ്യിൽ ഇലച്ചീന്തിൽ കളവും ചന്ദനമൊക്കെ ഉണ്ട്. ആ പ്രസാദക്കാർ ഞാൻ വരുന്നത് മുണ്ടാണ് കൊടുത്തിരിക്കുന്നത്, വെള്ള മുണ്ട കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കഥയിൽ ചെന്ന് മുട്ടി 7:15. എന്നും രാവിലെ 6, 6:45 അമ്പലത്തിൽ പോയിട്ട് ആ വെള്ളം കുടിച്ച് മാത്രമേ ഞാൻ മറ്റുള്ള ആഹാരം കഴിക്കുള്ളൂ. രാത്രി മറ്റേ മദ്യപാനം കഴിക്കും. എന്നിരുന്നാലും ഞാൻ ആ ദേവദാസന്റെ വീട്ടിൽ, അദ്ദേഹം ദേവദാസനാണോ പാഷെന്ന് എനിക്കൊന്നും അറിയില്ലെന്ന്, അവിടെ ചെന്ന് മുട്ടി. അദ്ദേഹം കഥ തുറന്നു. എന്താ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെയാണ്, എന്റെ പേര് അശോക് കുമാർ, ഞാൻ ഇന്നടുത്ത് പാർക്കുന്നു, PG വർഗീസ് നാളെ ഇവിടെ വരാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് പേടി, ഞാൻ വല്ല BJP-ക്കാരനെ മറ്റാണോ ഉപദ്രവിക്കാൻ വന്നാണോ ഒരു ചിന്ത അദ്ദേഹത്തിന് വന്നു. അപ്പൊ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം കടന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ കടന്നിരുന്നു. ഞാൻ കടന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ തങ്കമ്മേന്റെ എനിക്ക് ചായ കൊണ്ട് തന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കാണ് എനിക്കുണ്ടായ അനുഭവമൊക്കെ അദ്ദേഹം വിവരിച്ച് പറഞ്ഞു തന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇന്ന് 10:30 മണിക്ക് പ്രാർത്ഥനയുണ്ട്, കൂടാമോ എന്ന്. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന. എനിക്കറിയത് ഈ കാര്യം ഞാൻ വീട്ടിൽ വന്ന് വൈഫിനോട് പറഞ്ഞു. നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10:15 ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഉപവാസ പ്രാർത്ഥനയാണ്. വീടിന്റെ അപ്സ്റ്റെയറിലാണ് സഭാ ഹാള്. അവിടെ ചെന്നു. കുറെ പുരുഷന്മാരും കുറെ സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹം നിൽക്കുന്നുണ്ട്. ഒരു കഷണ്ടിയെ വലിയ പ്രായമുള്ള ഒരു മനുഷ്യനാണ്, കൃപയുള്ള മനുഷ്യനാണ്. അപ്പൊ ഞാനും താഴെ ഒരു ചുമരി ചാരിക്കൊണ്ട് ഞാനും ഇരുന്നു. അപ്പം പ്രാർത്ഥനയല്ലേ, ഞങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതാണല്ലോ. ഞങ്ങൾക്കറിയാം പ്രാർത്ഥന ഇങ്ങനെ കൈകൂപ്പം മിണ്ടാതിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അതൊക്കെയാണ് കണ്ണടച്ച് പ്രാർത്ഥിക്കുക, ഇതൊക്കെ ഞങ്ങളെ പ്രാർത്ഥന. എന്നാൽ ഇവിടുത്തെ പ്രാർത്ഥന വ്യത്യസ്തമായിരുന്നു. പാസ്റ്റർ എന്തൊക്കെയോ ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പം അങ്ങ് തുടങ്ങി പെന്തക്കോസ്തുകാരുടെ കോലാഹലം. ഓ ഭയങ്കര കയ്യടിയും പാട്ടും ബഹളം. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, എഴുന്നേറ്റ് പോരാൻ പറ്റും, അതും ഇല്ല. അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സാറേ എനിക്കിങ്ങനെ ഒരു 12 മണിയാകും പോകണം, സിനിമാ തിയേറ്റർ പോകണം, ഇന്നലെ സിനിമാ തിയേറ്റർ വാടകയ്ക്ക് നടത്താൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര കയ്യടിയും പാട്ടും ബഹളവും, സഹോദരിമാരെ തുള്ളുന്ന എന്തൊക്കെയോ ഭാഷ പറയുന്ന എനിക്ക് ആകെ ഭയങ്കര വിമിട്ടമായി. എങ്ങനെയും രക്ഷപ്പെട്ടെന്ന് തോന്നി. 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയപ്പോ ഇദ്ദേഹം പറഞ്ഞു, ഡോക്ടർ അശോക് കുമാർ നിങ്ങൾ പൊക്കോളൂ, നിങ്ങൾ സിനിമാ തിയേറ്റർ പോകണ്ടേ. സന്തോഷം. അവിടുന്ന് രക്ഷപ്പെട്ടു ചാടി പുറത്തിറങ്ങി വീട്ടിലെത്തി. ഓ എന്തൊരു ആൾക്കാരാ അത്! എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? ദൈവം തന്നെ ഭയന്ന് ഓടിപ്പോയില്ലെന്ന് മനസ്സിൽ പറഞ്ഞു. വീട്ടിൽ പോയിട്ട് വൈഫ് എന്നോട് ചോദിച്ചു എന്താ കാര്യം. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് എന്റെ പൊന്നു മോളെ, അവിടെ മനുഷ്യന്മാർ പോയി ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് അന്ന് അവിടെ നിർത്തി. ഈ പോരുമ്പം ദേവദാസം പറഞ്ഞിരുന്നു ഞായറാഴ്ചയും രാവിലെ 10 മണിക്ക് പ്രാർത്ഥന ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. അതെന്റെ ചെവിയിലുണ്ട്. അപ്പൊ അവള് വൈഫ് പറഞ്ഞു ഇനി അങ്ങോട്ട് പോകണ്ട, മതി, നമുക്ക് നമ്മൾ ദൈവം തന്നെ മതി എന്ന് പറഞ്ഞു. 16 ദിവസം കഴിഞ്ഞു. ശനിയാഴ്ച കഴിഞ്ഞു. ഞായറാഴ്ച രാവിലെ ഭയങ്കര ഒരു ഉള്ളിൽ ഭയങ്കര വിങ്ങൽ, ഈ ഈറ്റുന്നത് പോലെയൊക്കെ ഒരു വേദന, വിങ്ങലും. അപ്പൊ ഞാൻ ആ പള്ളി പ്രാർത്ഥനയ്ക്ക് പോകാം, നിങ്ങൾ വെക്കുന്നത്. എന്നാൽ 10 മണിക്കുള്ള ആരാധനയ്ക്ക് ഞാൻ അവിടെ 9:15 10 മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം തന്നെ അവിടെ 9:15 കൊണ്ടിരുത്തി. കഥയിൽ മുട്ടി. വന്നോ, കയറി ഇരിക്കാൻ പറഞ്ഞു. 10 മണിയാ പ്രാർത്ഥന ടൈം, 9:15 ഞാൻ എത്തി. എന്നെ ആരോ നടത്തിയതാണ്. അപ്പൊ ആന്റി ചായ തന്നു ഇരുന്നു. 10 മണിക്ക് ആൾക്കാർ വന്ന് കയ്യടിയും പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഞാൻ അതിലെങ്കിൽ ഉൾക്കൊണ്ട് അങ്ങനെ നിന്നു. അങ്ങനെ ആദ്യ ഞായറാഴ്ച ആരാധന പങ്കെടുത്തപ്പോൾ ഇദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആരാ ഈ എന്താണ് PS ഫിലിപ്പ് പാസ്റ്റർ, അന്ന് അദ്ദേഹത്തിന്റെ പേര് ഫിലിപ്പ് പാസ്റ്റർ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. 2-3 വാക്ക് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം എന്നെ ചൂണ്ടി പറഞ്ഞു, ഇയാൾ ഇവിടേക്ക് ഓടി നടക്കുന്നു. ഇയാൾ ഇവിടേക്ക് ഓടി നടക്കും. അത് ഞാൻ എന്താ സാറേ, നിങ്ങൾ സുവിശേഷമായിട്ട് ഇവിടെ ഓടി നടക്കും.
ഞാൻ പറയും എനിക്കതൊന്നും പറ്റില്ല, എനിക്ക് ഭാര്യയും മക്കളും സിനിമാത്തിൽ എനിക്ക് സുവിശേഷം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ദൈവാത്മ പറഞ്ഞു നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വെളിയുള്ള ആളാവും. അതവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കെ ഞങ്ങള് മുൻപോട്ട് പോയി. അങ്ങനെ 3-ാം മാസം മുതൽ എനിക്ക് അപ്പൊ സിനിമാ തിയേറ്റർ ആകെ നഷ്ടമായി, വളരെ ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വളരെ വിഷം, മദ്യപാനൊക്കെ നിന്നു, പുകവലി നിന്നു, അങ്ങനെ ആളൊന്ന് മാറി. ബൈബിളൊക്കെ നന്നായി വായിക്കുന്നത് ആ സമയത്താണ്. ഒരു വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും വെളുപ്പിനെ 3 മണിക്ക് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു 15 അധ്യായം, ഈ ബൈബിൾ ഞാൻ ഒരു 10-15 അധ്യായം വായിക്കും. അപ്പൊ എനിക്കൊരു ബൈബിളൊക്കെ ആരൊക്കെ തന്നു. ഞാനിത് ബൈബിൾ വായിക്കാൻ കാരണം എന്ന് പറഞ്ഞാല്, ഞാൻ ഈ രക്ഷയിലേക്ക് വന്ന സമയത്ത് എന്റെ വീട്ടിൽ ആരോ ഒരാള് ഒരു പുതിയ നിയമം, ഈ ക്രിസ്ത്യാനികൾ നീല ചട്ടയുള്ള നീല ബാൻഡുള്ള ഒരു പുസ്തകം കൊണ്ടിട്ടു. ഞാൻ 2 ദിവസം കൊണ്ട് മൊത്തം ആ 26 പുസ്തകം മത്തായി മുതൽ വെളിപ്പാട് വരെ 2 ദിവസം വായിച്ചു തീർത്തു. മുഴുവൻ വായിച്ചു. ഒരൊറ്റ ഇരിപ്പിൽ വായിക്കുന്ന ആ പുസ്തകം മുഴുവൻ വായിച്ചു. ഈ പുസ്തകം വായിച്ച് കഴിയുമ്പോഴേക്കും എന്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങും. ബൈബിൾ പുതിയ വായിച്ച് കഴിയുമ്പോഴേക്ക് എന്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങും. ദൈവത്തിൽ ഇടപെടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം എനിക്ക് പാസ്റ്റ് വലിയ പുതിയ നിയമമല്ല, മറ്റേ പഴയ നിയമ ചേർത്തുള്ള വലിയ ബൈബിൾ തന്നു എന്റെ പാസ്റ്റ്. എനിക്കത് നിധി കിട്ടിയ പോലെയായിരുന്നു. ഞാൻ അത് കൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ 10-15 അധ്യായം ഉൽപ്പത്തി മുതൽ വായിക്കാൻ തുടങ്ങി. ഞാൻ ഓർത്ത് നിന്നത് ഒരു ദിവസം രാവിലെ ഒരു 15 അധ്യായം വായിക്കാതെ ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കില്ല. അങ്ങനെ ഈ ബൈബിൾ വായിച്ചുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് ചർച്ചിൽ പോയി. 1 മാസം കഴിഞ്ഞപ്പം ഒരു ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിച്ച് കിടന്നുറങ്ങാം. എന്റെ മക്കളൊക്കെ പുറത്ത് പോയിരിക്കും, ഭാര്യ പുറത്ത് പോയിരിക്കുന്നു. ഒരു 2:30-3 മണിക്ക് ഞാൻ എന്റെ വീട്ടിൽ, അന്ന് സിനിമാ തിയേറ്ററിൽ വൈകുന്നേരം പോയാൽ മതി, മാറ്റി ഇല്ലാത്ത ദിവസം അവർ കിടന്നുറങ്ങുമ്പോൾ ആകാശത്തിൽ ചില അക്ഷരങ്ങൾ എഴുതി കാണിച്ചു. എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ ആദ്യത്തെ ദൈവിക ഇടപെടൽ അതായിരുന്നു. ആകാശത്തിൽ ഇപ്രകാരം എഴുതി കാണിച്ചു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേം യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവുന്നുണ്ട്. ഞാൻ ചാടി എഴുന്നേറ്റ്, കർത്താവ് എന്ന് ചാടി എഴുന്നേറ്റ് ചുറ്റുപാട് നോക്കി ആരുമില്ല. റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വീട്ടിൽ ആരുമില്ല. പിന്നെ ആരായിരിക്കും? ആ സമയത്ത് എന്റെ കാതിൽ ദൈവിക ശബ്ദം മുഴങ്ങി, അപ്പോസ്തലപ്രവൃത്തിയുടെ 1:8 വായിക്കാൻ. ഇതാണ് അന്യഭാഷ. ദൈവത്തെ ഒരു ഭാഷയും പ്രശ്നമല്ല. കേരളത്തിലെ കോഴിക്കോട് പാർക്കുന്ന എന്റെ അടുത്ത് ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് എന്റെ ചെവിയിൽ ഓതി. ആദ്യം കാണിച്ചെന്ന ആകാശം എഴുതി കാണിച്ച വചനം എനിക്ക് മനസ്സിലായില്ല. ദൈവത്തിന് അറിയാം. എന്നെ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് ചെവി പകൽ നേരത്ത് അപ്പോസ്തലപ്രവൃത്തികൾ 1:8 വായിക്കാൻ. ഞാൻ കുറെ തപ്പിച്ചറിഞ്ഞ അപ്പോസ്തലപ്രവൃത്തി ബുക്ക് കണ്ടുപിടിച്ചു, 1:8 വായിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. ഉടനെ ഞങ്ങളുടെ വീട്ടിൽ ദൈവദാസന്റെ വീട്ടിലേക്ക് ഓടി ഞാൻ. പാസ്റ്റർ ഇങ്ങനെയൊക്കെ ഇത് കാണിച്ചു. അദ്ദേഹം വായിച്ചു പറയാ, അന്ന് ഞാൻ പറഞ്ഞില്ലേ ദൈവവേലയ്ക്ക് വിളി, എന്ത് വേലയ്ക്കുള്ള വിളിയാ, അഭിഷേകം പ്രാപിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. എന്ത് അഭിഷേകം എനിക്കൊന്നും അറിയില്ല. അങ്ങനെ കാലുകൾ നീണ്ടുപോയി. 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ സ്വപ്നങ്ങളാ, വെറും സ്വപ്നങ്ങളാ, പല പല സ്വപ്നങ്ങൾ. ഒരിക്കൽ രാവിലെ പുലർച്ചെ പ്രാർത്ഥിച്ചിരിക്കുമ്പോ ദൈവാത്മ എപ്രകാരം പറഞ്ഞു, മലാക്കി 3:1 വായിക്കാൻ, ഞാൻ നിനക്ക് മുമ്പ് വഴി നിരത്തുന്ന എന്റെ ദൂതനെ അയക്കുന്നു എന്നുള്ള വചനം. മലാക്കി 3:1 ഇതൊക്കെ ചെവി പറഞ്ഞ. പിന്നീട് ദിവസം സ്നാനം കുളിക്കുന്നത് കാണിക്കും. ഞാൻ വലിയ വലിയ ജലാശയങ്ങളിൽ, വലിയ വലിയ കുളങ്ങളിൽ അങ്ങനെ ഞാൻ നീന്തി തിരിച്ച് കുളിക്കുന്നത് കാണിക്കും. കുറെ ദിവസമായപ്പോൾ ഞാൻ എന്റെ ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഞാനിങ്ങനെ നീന്തി കുളിക്കുന്നതായിരിക്കും പലതവണ കാണിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സ്നാനത്തിന്റെ തൊടുകുറിയാണ് സ്നാനപ്പെടുന്നത്. അന്നാ സ്നാനം എന്താണെന്ന് അറിഞ്ഞത്. അങ്ങനെ രക്ഷയിൽ വന്നിട്ട് 6 മാസം, 6-ാം മാസം ഞാൻ കോഴിക്കോടിലെ VT അബ്രഹാം പാസ്റ്റർ, AG-യുടെ സീനിയർ സൂപ്രണ്ടായ VT അബ്രഹാം പാസ്റ്റർ കൈ കഴിഞ്ഞ് ഞാൻ സ്നാനപ്പെട്ടു. നല്ല സ്നാനമായിരുന്നു. സ്നാനപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ കുറെ ആളുകൾ, വലിയൊരു ഒരു ഫാമിലി മീറ്റ് ആയിരുന്നു അവിടെ. ഒത്തിരി പേര് സ്നാനപ്പെട്ടു. ഈ സ്നാനത്തിന് കോഴിക്കോടിന്റെ പല ഭാഗത്തും തിരൂരിൽ നിന്നൊക്കെ, അത് മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ ആൾക്കാർ സ്നാനപ്പെടാൻ വന്നിരുന്നു. അപ്പൊ തിരൂരിൽ നിന്ന് വന്ന ഒരു ജീപ്പിൽ വന്ന കുറെ ആൾക്കാർ, അവരുടെ ജീപ്പിൽ ഒരുപാട് ലഘുലേഖകളും ഒരുപാട് പുതിയ നിയമം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ നോക്കുമ്പോൾ ഇതിൽ കുറെ പുസ്തകങ്ങൾ, പുതിയ നിയമങ്ങളൊക്കെ കണ്ടു. ഞാൻ അവരോട് ചോദിച്ചു, ഒരുപാട് പുതിയ നിയമവും കുറെ നോട്ടീസ്, ലഘുലേഖ ഞാൻ വാരിയെടുത്തു. കുഞ്ഞുങ്ങൾക്ക് ഈ മിഠായി കിട്ടുന്ന പോലെ എനിക്ക് ഇതിനെ വാരിയെടുത്ത് സംഘടിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. പിന്നെയുള്ള എന്റെ പണി എന്ന് പറഞ്ഞാല് ഈ ലഘുലേഖ കൊടുക്കണം. നമ്പർ നടന്ന് ലഘുലേഖ കൊടുക്കും.
അങ്ങനെ സുവിശേഷങ്ങളുടെ ആരംഭം സ്നാനപ്പെട്ട അന്ന് മുതൽ, വിശ്വാസത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട 6-ാം മാസം മുതൽ, സ്നാനപ്പെട്ട അന്ന് മുതൽ ഞാൻ സുവിശേഷ വരെ ചെയ്യാൻ തുടങ്ങി. കോഴിക്കോട് പട്ടണങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ, ബീച്ചിൽ, എവിടെ നോക്കിയാലും ഞാൻ രാവിലെ ഒരു കെട്ട് ലെവലായിട്ട് ഇങ്ങനെ ഇറങ്ങി ഒരു ഭ്രാന്തനെ പോലെ നടക്കും. കോഴിക്കോട് സിനിമാ തിയേറ്റർ നടത്തുന്ന അശോക് കുമാർ എന്ന് പറഞ്ഞ ഈ വ്യക്തി സുവിശേഷ വേലക്കാരനായി തീർന്നു. അങ്ങനെ ദൈവമാക്കി. അങ്ങനെ ഇരിക്കെ ഈ ഇതൊക്കെ ചെയ്തു. വീട്ടിൽ സിനിമാ തിയേറ്റർ നഷ്ടമായി വിട്ടുകൊടുത്തു. വീട്ടില് ദാരിദ്ര്യം ഭക്ഷണക്കായി. ഞാനാണ് ഭ്രാന്തനെ പോലെ ഇങ്ങനെ നടക്കുന്നു. അപ്പോഴേക്കും മക്കളെല്ലാം, ഒരു മൂത്ത മോൻ ചെറിയ ജോലിക്കായി, രണ്ടാമത്തിന് എന്തൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങി. മോള് ഡിഗ്രിക്ക് മറ്റേ പഠിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ വളരെ കഷ്ടപ്പാട്, ദാരിദ്ര്യം, ഒരു രക്ഷയില്ല. ബസ്സിന് കാശില്ല, ഒരു ചായ കുടിക്കാൻ കാശില്ല. പലപ്പോഴും ബീച്ചിലൊക്കെ പോയി ലെവലേ കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് കരയും. ഒരു സിംഗിൾ ചായക്ക് കാശില്ലാത്തത്. വീട്ടിലാണ് പ്രശ്നങ്ങളാകെ മാറി, വീട്ടിൽ അന്തരീക്ഷം മാറി, ദാരിദ്ര്യം വീട്ടിനെ അലങ്കോലപ്പെടുത്തി. എല്ലാവർക്കും ദേഷ്യം, പരസ്പരം എന്നെ എല്ലാവരും ഒറ്റപ്പെടുന്ന പോലെ. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ കോഴിക്കോട് ഞങ്ങളുടെ അസംബ്ലി സപ്പോർട്ട് ചർച്ചിന്റെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ വെച്ചു. ഒരു 70 ഫാസ്റ്റിംഗ് പ്രയർ കോഴിക്കോട് ഹോട്ടലിലാണ് പ്രയർ വെച്ചത്. ഞാനും പങ്കെടുക്കാൻ പോയി. അന്ന് കോട്ടയത്ത് ഉള്ള ഒരു ബെൻസി പാസ്റ്റാണ് ശുശ്രൂഷിക്കാൻ വന്നത്. അദ്ദേഹം ബാർ ഹോട്ടൽ നടത്തിയ ഒരാളായിരുന്നു. ആ ബാർ ഹോട്ടൽ അദ്ദേഹം പിന്നീട് ആരാധനാലയാക്കി മാറ്റിയെന്ന കേട്ടായിരുന്നു. ബെൻസി പാസ്റ്റർ ഒരു മുണ്ടൊക്കെ കൊടുത്ത്, ഒരു കതർ ഷർട്ടൊക്കെ എടുത്ത മനുഷ്യനാണ്. അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കെ രാത്രി 7-8 മണിയായി കാണും. അദ്ദേഹം, ഞങ്ങൾ ഒരു ഭാഗത്ത് കുറെ പുരുഷന്മാർ, സഹോദരന്മാര്, ആ ഭാഗത്ത് കുറെ സഹോദരിമാര്. അദ്ദേഹം ഈ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടെന്നുള്ള ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു, വായിച്ചെല്ലാം മനസ്സിലാക്കി. ഈ സമയത്ത് അദ്ദേഹം ലേഡീസിന്റെ, സഹോദരിമാരുടെ ഭാഗത്ത് വിരൽ ചൂണ്ടി ഒരു സഹോദരിക്ക്, അവർ നായർ സ്ത്രീയാണ്, അവർ നേരെ വിരൽ ചൂണ്ടി, സഹോദരി നിന്റെ മേലേക്ക് പരിശുദ്ധാത്മ വരാൻ പോകുന്നു, പ്രാപിച്ചോ എന്ന് അദ്ദേഹം വിരൽ ചൂണ്ടി, സ്റ്റേജിൽ നിന്ന് വിരൽ ചൂണ്ടിയപ്പോൾ ആ സഹോദരി എടുത്തെറിയപ്പെട്ടു, തെറിച്ചു വീണു. ഭയങ്കര ബഹളമായിരുന്നു അത്. അവർ നിരത്തി കിടന്ന് ഉരുണ്ട് മറഞ്ഞു. എനിക്ക് സംഗതി മനസ്സിലായി, ഇതാണ് പരിശുദ്ധാത്മ അഭിഷേകം. ഞാൻ മുമ്പിൽ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയും, കർത്താവേ, ഈ അഭിഷേകം എനിക്ക് വേണം, ഇത് സത്യമാണ്, എനിക്ക് വേണം, ഈ പരിശ്രമം എനിക്ക് തരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ ഇദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ ചെവിയിൽ പറഞ്ഞു, സഹോദര, താനിപ്പോൾ റബ്ബർ പന്ത് തുള്ളി തെറിക്കുന്നപ്പോൾ തുള്ളി തെറിക്കാൻ പോവാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് പറഞ്ഞു. അദ്ദേഹം തലയിൽ വിരലുകൊണ്ട് ഇങ്ങനെ തട്ടിക്കൊണ്ട് തൊട്ടുകൊണ്ട് പുറകോട്ട് പോയി. ഞാൻ പന്ത് തുള്ളി തെറിക്കൽ 3-4 ഹൈറ്റില്, അന്ന് ഏകദേശം എനിക്കൊരു 50 വയസ്സുണ്ടാവും, എന്നാ അല്ല 46 വയസ്സ്. ഞാൻ തുള്ളി തെറിച്ച് താഴെ വീണ് ഉരുണ്ട് വളരെ ചവിട്ടി കൂട്ടി അന്യഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. ഒരു 5 മിനിറ്റ് അങ്ങനെ ആ ഹോള് ചവിട്ടി മറിച്ചു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ഒരുവനിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാൽ 3 അടയാളം ഉണ്ടാവും. എൻ്റെ അനുഭവമാണ്. ഇത് കേൾക്കുന്നവർക്ക് ഒരു പ്രചോദനമാവട്ടെ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള ഒരു പ്രചോദനമാവട്ടെ. ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാഭിഷേകം വന്നു കഴിഞ്ഞാൽ 3 സംഭവം. 3 എന്താണ്? 1 സ്വയം അറിയും, 2 സഭ അറിയും, 3 സമൂഹം അറിയും. ഒരു വ്യക്തിയുടെ മേൽ യഥാർത്ഥ പരിശുദ്ധാത്മ അഭിഷേകം വന്നു കഴിഞ്ഞാൽ 3 സംഭവിക്കും. 1 സ്വയം അറിയും, 2 സഭ അറിയും, 3 സമൂഹം അറിയും. ഇതെന്റെ വേർഡ്സാണ് കേട്ടോ. അറിഞ്ഞു. പത്രോസ് മർക്കോസിന്റെ മാളിക മുറിയിൽ പേടിച്ചുകൊണ്ടായിരുന്നു. യഹൂദന്മാരെ പേടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവ് അഗ്നിനാവ് പോലെ ഇറങ്ങി വന്നപ്പോൾ പൗലോസിന് മേൽ വ്യാപരിച്ചപ്പോൾ എഴുന്നേറ്റ് ഒറ്റ നിൽപ്പിൽ പ്രസംഗവും അന്യഭാഷയും 3000 പേര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. കാരണം പത്രോസിന് മേൽ പരിശുദ്ധ അഭിഷേകം വന്നപ്പോൾ സ്വയം പത്രോസ് അറിഞ്ഞു, സഭ അറിഞ്ഞു, ലോകം അറിഞ്ഞു. ഇതുപോലെ എൻ്റെ മേൽ പരിശുദ്ധ അഭിഷേകം എല്ലാവരിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും പരിശ്രമമുണ്ട്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയും സ്നാനപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അഭിഷേകം വേറൊരു തലമാണ്. ഇത് അനേകരും ഇന്ന് പ്രാപിക്കുന്നുമില്ല. ഈ പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചവൻ പിന്നെ നിൽക്കത്തില്ല, അവനോടും നിൽക്കാൻ കഴിയില്ല. എത്ര കൊടികുത്തി കൊലകൊമ്പനായിട്ട് അഭിഷേകം പ്രാപിച്ചാൽ അവൻ കൂടും വീടും നാടും വിട്ട് അവൻ ഓടും.
യേശുവിന് വേണ്ടി. പൗലോസ് ഓടി, പത്രോസ് ഓടി, യോഹനോ എല്ലാവരും ഓടി, ഞാനും ഓടി. അങ്ങനെ പിന്നെ ഒരു ഭ്രാന്തനെ പോലെ സുവിശേഷ പരിചയം തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ നേടിയ ഒരു ആത്മാവിന്റെ പേരാണ് വിശ്വാസം. ഒരു വർഷം കഴിയുമ്പോഴേക്ക് അഭിഷേകം പ്രാപിച്ചു കൃഷ്ണദാസ് എന്നൊരു ഹൈന്ദവനെ നേടാൻ സ്വർഗ്ഗം ഉപയോഗിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നിരന്തരം സുവിശേഷ ബലി. അങ്ങനെ ജീവിക്കാനുള്ള മാർഗമൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് പെയിന്റിങ് പണിക്കെല്ലാം പോയിച്ചുകൊണ്ട് ഞാൻ കുടുംബം പോറ്റും, സുവിശേഷ ബലിയും ചെയ്യും. അങ്ങനെ എവിടെ കൂട്ടായ്മ അവിടെയൊക്കെ ഞാൻ ഓടിച്ചെല്ലും. എവിടെ ഉപവാസ പ്രാർത്ഥന ഉണ്ടോ, ഡിനോമിനേഷൻ നോക്കാതെ, സഭ സംഘടന നോക്കാതെ എല്ലായിടത്തും പോയിരിക്കും. പ്രാപിക്കണം, എനിക്ക് വചനം ഗ്രഹിക്കണം. അങ്ങനെ ഞാൻ ഓടി നടന്ന് സുവിശേഷ വരെ ചെയ്തു. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കും, 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, എന്നും 3 മണിക്ക് പ്രാർത്ഥിക്കും, ഒത്തിരി ഉപവസിക്കും. അങ്ങനെ ഉപവസിച്ച് ദൈവം ഇന്നീ കാണുന്ന നിലയിലേക്ക് കൊണ്ടുവന്നു. ഒരു സുവിശേഷ വേലക്കാരൻ. അതിനിടയ്ക്ക് കോഴിക്കോട് ബൈബിൾ കോളേജിൽ പഠിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. VT അബ്രഹാം മാസ്റ്ററുടെ ഞാൻ ഏറെ ആദരിക്കുകയും ബഹുമാനം ചെയ്യുന്ന ഒരു മാന്യ വ്യക്തിയാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ സ്നേഹിച്ച ഒരു മനുഷ്യ, ബഹുമാനപ്പെട്ട VT അബ്രഹാം മാസ്റ്റർ. ഞങ്ങൾ സാറെന്ന് വിളിക്കും. അദ്ദേഹത്തിന്റെ കൈക്ക് സ്ഥാനപ്പെട്ടു. അദ്ദേഹത്തിന് ബൈബിൾ കോളേജിൽ ബൈബിൾ പഠിക്കാൻ ഇടവന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞു. അങ്ങനെ പിന്നെ സഭാ ചാർജ്, വേറെ ഒന്നും സഭയിൽ സഭാ ചാർജൊക്കെ നടന്നു. പിന്നെ അതെല്ലാം വിട്ടു. എൻ്റെ വേല സുവിശേഷ വേലയാണ്, സഭാ ശുശ്രൂഷയല്ല. 2-3 ചർച്ചുകളിൽ പാസ്റ്ററായിരുന്നു. പോകാൻ പ്രയാസം. ഒന്ന് VA തമ്പിച്ചായന്റെ ന്യൂ ഇന്ത്യ ചർച്ച് ഫോർ 2 വർഷം കോഴിക്കോട് ഇരുന്നു. അതുപോലെ വേറെ 1-2 സഭയിൽ കൂടി ഇരുന്നു. മാത്രമല്ല അടിയൻ സ്വതന്ത്രമായ സഭ തുടങ്ങി, സിയോൺ ഫെലോഷിപ്പ്. അവിടെ ഒരു 10 മാസം കൊണ്ട് 10 വരെ സ്ഥാനപ്പെടുത്തി. ദൈവകൃപ. ആമേൻ. അടിയനല്ല കേട്ട, തമ്പുരാൻ യേശു എനിക്ക് പോഷൻ തരുന്നത്. ഞാൻ യേശുവിൽ മറഞ്ഞിരിക്കുകയാണ്. യേശു മാത്രം വെളിപ്പെട്ടാൽ മതി. ഈ പറയുന്ന നാവ് യേശു നാവാണ്. ഞാനല്ല പറയുന്നത്. അശോക് കുമാറിന്റെ പോഴ്ചയെടുക്കാൻ ഒന്നുമില്ല. അങ്ങനെ ഞാൻ സ്ഥാനപ്പെടുത്തി. അവർ നേജിയിൽ ആരാധിക്കുന്ന ഒത്തിരി ആത്മാക്കൾ നേടാൻ ഭാഗ്യമുണ്ടായി. അങ്ങനെ 2000-ൽ അഭിഷേകം പ്രാപിച്ച്, 2001-ൽ അഭിഷേകം പ്രാപിച്ചെങ്കിൽ 2006 ആവുമ്പോഴേക്ക് വീട്ടിലെ അവസ്ഥ മാറി. എല്ലാ കുടുംബത്തിലൊക്കെ എന്നെ ഒറ്റപ്പെടുത്തി. അമ്പലവും തറവാടൊക്കെയുള്ള കുടുംബമല്ല, അവിടെ ഒറ്റപ്പെടുത്തി. വൈഫിനെയും മോളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. തറവാട്ടിലെ വലിയ വലിയ ആൾക്കാർ അവർ പറഞ്ഞു, അശോക് കുമാർ മടങ്ങി വന്നില്ലെങ്കിൽ, അവൻ ബൈബിൾ താഴെ വെച്ചില്ലെങ്കിൽ, അവൻ ഈ ക്രിസ്ത്യാനി എന്ന പദം ഒഴിവാക്കി തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല. നിങ്ങൾക്കൊരു പെൺകുട്ടി വളർന്നു വരുന്നു, അവളുടെ ഒരു പരിപാടിക്ക് ഞങ്ങൾ നിൽക്കില്ല, കുടുംബം ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ എൻ്റെ കൂടെ വല്ലപ്പോഴും ആരാധനയ്ക്ക് വരുന്ന വൈഫ് എന്നെ എതിർക്കാൻ തുടങ്ങി. വീട്ടിലെന്നും പ്രശ്നം. ആൺപിള്ളേരൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പം ഞങ്ങൾ ടൗണിലാണ്. എന്നെ അറിയുന്ന ആൾക്കാർ അവരെ കമന്റ് ചെയ്യും, പേര് മാറ്റിയോടാ, പത്രോസ് നാക്കിയോ, തോമസ് നാക്കിയോ അവർ കേൾക്കി. അവർക്ക് വലിയ അലർജിയാണ്, ഇറിറ്റേഷനായി. എൻ്റെ മോള് കോളേജ് വിട്ട് വരുമ്പം ആ ദേശത്തിലെ കടക്കാർ ചോദിക്കുക, പേര് മാറ്റി മറിയാന്നാക്കിയോ അല്ലെ മേരി നാക്കിയോ ചോദിച്ച് കമന്റ് ചെയ്യാൻ എൻ്റെ മോളെ, 19 വയസ്സുള്ള മോളെ. അങ്ങനെ ഒത്തിരി ഇവർക്കെല്ലാം ഭയങ്കര നാണക്കേടായി. കാരണം എന്തോ ഒരു കൊലപാതകം ചെയ്ത ആളുടെ മക്കളെ പോലെ, അല്ലെങ്കിൽ കള്ളനായ ഒരു അപ്പന്റെ മകനെ പോലെ അവരെന്നെ കാണുന്നു. എന്റെ ഭാര്യ എന്നെ വെറുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് പോവാണ്, സമയത്തിന് പരിമിതി ഉണ്ടല്ലോ. 2006 ജൂലൈ 5-ാം തീയതി എൻ്റെ ഭാര്യയും മക്കളും എന്നെ വീട്ടിൽ നിന്ന് പുറന്തള്ളി. അന്ന് മോള് ഡിഗ്രി പഠിക്കുകയാണ്. മക്കളൊക്കെ പറക്കമറ്ററിയാം, അവർക്ക് സ്വന്തം ജോലിയൊക്കെ ആയി, സാമാന്യം പച്ച പിടിച്ചു. അങ്ങനെ ഇരിക്കെ വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണ്, എപ്പോഴും പ്രശ്നങ്ങളാണ്. മകൾക്ക് എന്നെ നെഞ്ചത്ത് കിടത്തി ഉറക്കി വളർത്തിയ എൻ്റെ ഇളയ മകൾ എന്നെ വെറുക്കാൻ തുടങ്ങി. എന്നെ 2 മൂത്ത ഓമന മക്കൾ എന്നെ വെറുക്കാൻ തുടങ്ങി. ആരും എന്നെ മൈൻഡില്ല, എപ്പം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, തട്ടിയും മുട്ടുകശിയും. പകൽ നേരം ഞാൻ വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞത് വൈഫ് രാത്രി മക്കൾ വരുമ്പം 1-ന് 3 പറഞ്ഞു കൊടുക്കും. രാത്രി മക്കൾ വീട്ടിൽ വന്നാൽ ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ ഇട്ട് എന്നെ എൻ്റെ 5 ബൈബിൾ, എൻ്റെ 2ാമത്തെ മകൻ 5 ബൈബിൾ, വലിയ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ നിഘണ്ടുക്കളൊക്കെ എൻ്റെ മകൻ കത്തിച്ച് കളഞ്ഞു. ഒത്തിരി പുസ്തകങ്ങൾ, 5 ബൈബിൾ എല്ലാം സഹിച്ചു, ഒന്നും മിണ്ടിയില്ല. എന്നിട്ടും ഞാൻ ഈ സുവിശേഷ വേലയും ഈ ശുശ്രൂഷയും നിർത്തില്ലെന്ന് അവർ കണ്ടപ്പോൾ എൻ്റെ ഭാര്യയുടെ അച്ഛനും ഭയങ്കര ഡെസ്പിരിറ്റായിരുന്നു എന്നെ മടക്കി വരുത്താൻ, അല്ലെ എന്നെ വീട്ടിൽ
പുറന്തള്ളാൻ. എൻ്റെ അളിയന്മാർ രണ്ടുപേരും, കുടുംബാംഗങ്ങളെല്ലാം ഞങ്ങൾ വലിയൊരു കുടുംബം, ഞങ്ങളത് വലിയൊരു കുടുംബം. അങ്ങനെ 2006 ജൂലൈ 5 ഇവര് 2006 ജൂലൈ 5 ഇവര് പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്ത്. എന്താ കൊടുത്തതെന്നറിയോ? എന്റെ ഭർത്താവ് അശോക് കുമാർ എന്നാൽ മതം മാറി, ഞങ്ങൾ ഈ മതം മാറ്റാൻ നിർബന്ധിക്കുന്നു എന്ന് ഞങ്ങൾ തൊട്ടടുത്ത സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച് എൻ്റെ മക്കളെ പെറ്റ എൻ്റെ ഭാര്യ പെറ്റീഷൻ കൊടുത്തു. അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ എന്നെ വിളിച്ചു. എൻ്റെ മൂത്ത 2 ആൺമക്കൾ എൻ്റെ ഭാര്യ സ്റ്റേഷനിൽ വന്നു. ഈ സർക്കിൾ ഇവർ കൊടുത്ത പെറ്റീഷൻ എനിക്കെടുത്ത് കാണിച്ച് ഞാൻ വായിച്ചു. അതിൽ ഇപ്രകാരം എഴുതിക്കുന്നു: എൻ്റെ ഭർത്താവ് അശോക് ഉന്നതറവട്ടനെയാളുള്ളവൻ അശോക് എത്ര വയസ്സ്, എൻ്റെ ഭർത്താവ് എൻ്റെ മക്കളുടെ അയാൾ ഞങ്ങളെ മതം മാറ്റാൻ നിർബന്ധിക്കുന്നു. ഇയാളെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി തരണം എന്ന് പറഞ്ഞു. ഇയാളോട് ജീവിക്കാൻ പറ്റില്ല. സർക്കിൾ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ഇവര് പറയുന്നത് പോലെ കേൾക്കുക, നിങ്ങൾ ഈ ക്രിസ്തു മതമൊക്കെ ഒഴിവാക്കിയിട്ട്. എനിക്കൊക്കെ വട്ടമുണ്ട്, വേറെ പണിയൊന്നും. അയാൾ ഹിന്ദു ആണ്, സർക്കിൾ പ്രകാശ് വട്ടമാണ്, നിനക്ക് ഓളമാണ് അവയ്ക്ക്. എന്ത് ഭ്രാന്താണോ, 2-3 മക്കളായി താനിങ്ങനെ എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ ബലിച്ചു. പക്ഷെ എനിക്ക് ആഗ്രഹം, പക്ഷെ എന്നെ പിടിച്ചു വെച്ച ആൾ വിടുന്നില്ല. എൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നെ പുറത്തേക്ക് വിടുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, മക്കളോടും ഭാര്യയോടും കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെ വീണ്ടെടുത്ത് പിടിച്ചു വെക്കുക, നിർബന്ധിക്കുക, നീ പോകരുതെന്ന്. അങ്ങനെ അവിടുന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തു. അവരെ മുമ്പാകെ രജിസ്റ്റർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എടാ ഇത് മതമാറ്റ കേസാണ്, നീ വീട് വിട്ട് പോയില്ലെങ്കിൽ നീ ജയിലിൽ കിടന്നാൽ പിന്നെ പുറത്തു വരില്ല. ഞാൻ പൊക്കോളാം സാറെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് എഴുതി കൊടുത്തു. ഞാൻ 2006 ജൂലൈ 5 ഞാൻ എൻ്റെ വീട് വിട്ടു പോന്നു. ഒരു പഴയ ബൈക്കും കുറച്ച് പുസ്തകവും ബൈബിളും കുറച്ച് ഷർട്ടും ഒരു സൂട്ട് കേസ് ഒതുക്കി 2006 ജൂലൈ 5 അശോക് കുമാർ എന്ന സുവിശേഷകൻ വീട് വിട്ടിറങ്ങേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പോരുമ്പോൾ ഇങ്ങനെ തല മൂടി, ഇവിടെ മൂടി കെട്ടിക്കൊണ്ട് ഞാൻ പുറത്തേക്ക് പോകുന്നത്. എന്താ ചോദിക്കരുത്. ഇവിടെ നേരെ അടുത്തുള്ള സഹകരണ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ ചോദിച്ചു എന്താ പറയും. ഞാൻ പറഞ്ഞു, ഈ മെറ്റൽ നമ്മൾ ബൈക്ക് സ്കിഡ് ചെയ്ത് വീണതാന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ മുറിവുകളായിരുന്നു, ഇവിടെയൊക്കെ മുറിവ് ആയിരുന്നു. എന്താന്ന് ചോദിക്കരുത്, പറയില്ല. അങ്ങനെ മുഖം മൂടി കെട്ടിക്കൊണ്ട് 11 സ്റ്റിച്ച് ഇട്ട് ഡോക്ടർ. അന്ന് എനിക്ക് പാർക്കാൻ എവിടെ ഇടം കിട്ടിയില്ല. അന്ന് KSRTC, എൻ്റെ പഴയ ബൈക്കും ഒരു സൂട്ട് കേസും ഒരു ബാഗൊക്കെ ആയിട്ട് KSRTC ബസ് സ്റ്റാൻഡിൽ നേരം വിളിപ്പിച്ചു. അടുത്ത ദിവസം റൂമിന് വേണ്ടി അലഞ്ഞു, എവിടെയും കിട്ടിയില്ല. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ 2 ദിവസം റെയിൽവേ സ്റ്റേഷനിൽ. ഇത് 24 വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത് കേട്ടോ, സംഭവമാണ്. അങ്ങനെ 3-ാം ദിവസം എൻ്റെ ഒരു പരിചയക്കാരൻ ബാബു എൻ്റെ ഈ തലയിലെ മൂടി കെട്ടി കണ്ടപ്പോൾ എന്ത്, ഞാൻ പറഞ്ഞ ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് റൂം വേണം, അദ്ദേഹത്തെ എന്നെ പറ്റി അറിയാം. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ നടക്കാവുന്ന സ്ഥലത്ത് ഒരു മുസ്ലിം ലോഡ്ജിൽ എനിക്കൊരു മുറി വാങ്ങി തന്നു, ഒരു വാടക മുറി. അങ്ങനെ അവിടെ പാർത്തുകൊണ്ട് വീടിനെ കുറിച്ച് ഓർക്കും ഭയങ്കര കണ്ണീരാ. എൻ്റെ ഭാര്യ, ഞാൻ ജനിച്ചു വളർത്തിയ എൻ്റെ മക്കൾ, ഇവരൊക്കെ പിരിഞ്ഞ് എൻ്റെ വീട് വിട്ട് ഞാൻ കടത്തന്നെ കിടന്ന് ഫുട്പാത്തിൽ കിടന്ന് പലതവണ ഇപ്പതാ ലോഡ്ജ് മുറിയിൽ കിടക്കും, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വൈകുന്നേരം വേലയും ജോലിയും കഴിഞ്ഞ് വന്നിട്ട് രാത്രി 7 മണിക്ക്, അന്ന് ഭയങ്കര പ്രാർത്ഥനയാ, 7 മണിക്ക് ഞാൻ എൻ്റെ ലോഡ്ജ് റൂമിൽ ലൈറ്റ് ഉണ്ട്, കട്ടിലെഴുതുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഞാൻ സുവിശേഷ വേല ചെയ്യുന്നു, ആത്മാക്കളെ നേടുന്നു, ട്രാക്ട് കൊടുക്കുന്നു, ദശാംശം അത് അപ്പുറം കൊടുക്കുന്നു, ദൈവദാസന്മാർ കൈത്താങ് നൽകുന്നു, എല്ലാം ചെയ്യും. എന്തുകൊണ്ട് കർത്താവ്, എന്തുകൊണ്ട്? രാത്രി 7-7:15 ഞാൻ ദൈവത്തോട് ചോദിച്ചു. 2016 ജൂലൈ 21 ചോദിച്ചു. ഉടനെ മറുപടി കിട്ടി. എടാ എസക്കേൽ 12 എടുത്ത് വായിക്കാൻ പോകുന്നത്. എസക്കേൽ 12. എസക്കേൽ എന്ന് എനിക്ക് വലിയ പരിചയമുള്ള വചനമല്ല, പുസ്തകമല്ല. എങ്കിലും ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ എടുത്ത് ആ പുസ്തകം എടുത്ത് വായിച്ചു. എസക്കേൽ കണ്ടുപിടിച്ചു.
അപ്പൊ അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മത്സരഗൃഹത്തിന്റെ നടുവിൽ പാർക്കുന്നു. കാണുവാൻ കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല, കേൾപ്പാൻ ചെവിയുണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല. അവർ മത്സരഗൃഹമല്ലോ. ആകയാൽ മനുഷ്യപുത്ര, നീ യാത്രക്കോപ്പ് ഒരുക്കി പകൽ സമയത്ത് അവർ കാണുക പുറപ്പെട്ട്, അവർ കാണുക നിന്റെ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുക. മത്സരഗൃഹമെങ്കിലും പക്ഷെ അവർ കണ്ട് ഗ്രഹിക്കുമായിരിക്കും. യാത്രക്കോപ്പ് പോലെ നിന്റെ സാമാനം നീ പകൽ സമയത്ത് അവർ കാണുക പുറത്തു കൊണ്ടുവരണം. വൈകുന്നേരത്ത് അവർ കാണുക പ്രവാസത്തിൽ പോകുന്നത് പോലെ നീ പുറപ്പെടണം. അവർ കാണുക നീ മതിൽ കുത്തിത്തെടുത്ത് മതിൽ കൂടി പുറത്ത് കൊണ്ടുപോകണം. അവർ കാണുക നീ അതിൽ തോളിൽ ചുമന്നുകൊണ്ട് ഇരുട്ടത്ത് യാത്ര പുറപ്പെടണം. നിലം കാണാതെ നിന്റെ മുഖം മൂടിക്കൊള്ളണം. ദൈവാത്മാവ് ഈ വചനം തന്നു. ഞാൻ വചനം വായിച്ചപ്പോൾ ഞാൻ നിന്ന് തുള്ളിച്ചാടി ദൈവത്തെ സ്തോത്രം പറയും. എന്താ അറിയോ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എന്റെ മുഖത്ത് മൂടിക്കെട്ടി തോർത്തുകൊണ്ട്, വെള്ള തോർത്തുകൊണ്ട്. ഇവിടെ ദൈവാത്മാ പറയാണ്, നീ പകൽ നേരത്ത് അവൽ കാണുക മുഖം മൂടിക്കെട്ടി നിന്റെ യാത്രാ കോപ്പുകൾ ഒരുക്കി പുറത്തു പോകണം. മതിൽ കൊത്തിത്തുറന്ന് പുറത്തു പോകാൻ. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താണ് മതിൽ? കുടുംബ ബന്ധങ്ങളാവുന്ന ബന്ധങ്ങളിലെ മതിൽ കുത്തിത്തുറന്ന് കുത്തിപ്പൊളിച്ച് പുറത്തു വരണം. കർത്താവ് എന്നെ പുറത്തിട്ടത് എന്നെ പണിയാൻ വേണ്ടി. അങ്ങനെ എനിക്കൊത്തിരി സന്തോഷമായി. ഞാൻ കർത്താവ് ക്ഷമ പറഞ്ഞു, കർത്താവ് ഞാൻ അറിവില്ല, ഞാൻ ചോദിച്ചതാണ്. ഇല്ല, സന്തോഷം. കർത്താവ് പറഞ്ഞു, ഞാനാ നിന്നെ പുറത്തു കൊണ്ടുവന്നത്, അവർക്ക് നീ ഒരു അടയാളമാവും. അങ്ങനെ ഞാൻ പുറത്തു വന്നു. പുറത്ത് കർത്താവ് കൊണ്ടുവന്നു. പിന്നെ നിരന്തരം വേല, ജോലിക്ക് പോവും, വിശേഷ വേല ചെയ്യും. എവിടെയെങ്കിലും ആരെങ്കിലും സാക്ഷ്യം പറയാൻ വിളിച്ചാൽ സാക്ഷ്യം പറയും. അപ്പോഴേക്ക് ബൈബിൾ കോളേജ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ ഒത്തിരി കഷ്ടതയിലൂടെ, കണ്ണീരിലൂടെ, വേദനയിലൂടെ അങ്ങനെ 2009 ആണ്ടിൽ മെയ് 19 എന്റെ ഇളയ മകളുടെ കല്യാണം ഞാൻ അറിഞ്ഞു. എന്റെ മാറത്ത് കിടത്തി ഞാൻ പോറ്റി വളർത്തി എന്റെ ഇളയ മകളുടെ കല്യാണം. അപ്പൊ എപ്പോഴേക്ക് മൂത്തമൻ ഖത്തറിലേക്ക് പോയി, അന്തരീക്ഷം മാറി. അപ്പോൾ ഞാൻ ഖത്തറിനെ കിടക്കുക. എന്നാൽ ഈ എന്റെ ഇളയ മകളുടെ കല്യാണത്തിന് കൂടാൻ അവരെ അനുവദിച്ചില്ല. എന്റെ മൂത്ത മകൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ കല്യാണം സഹകരിക്കില്ല. എന്റെ ഭാര്യയുടെ പിതാവ് പറഞ്ഞു, അശോക് കുമാർ ഇങ്ങോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഞാനും കല്യാണം സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. ഞാൻ കുറച്ച് തുക മാൾക്ക് കൊടുത്തയച്ചു. എന്റെ അരുമ മകളുടെ കല്യാണം കൂടാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല. അവൾക്ക് വേണ്ടി ഞാൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചു. അടുത്ത വർഷം 2010 എന്റെ 2ാമത്തെ മകന്റെ വിവാഹം കഴിഞ്ഞു. 2011 എന്റെ മൂത്ത മകന്റെ വിവാഹം കഴിഞ്ഞു. ഈ 3 മക്കളുടെ വിവാഹത്തിലും പങ്കെടുക്കാൻ ഈ അപ്പന് ഭാഗ്യമുണ്ടായില്ല. ലൂക്കോസ് 18:29 ഇപ്രകാരം വായിക്കുന്നു. ലൂക്കോസ് 18:29. യേശു അവരോട്, ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാൻ ലോകത്തിൽ നിത്യജീവനെ പ്രാപിക്കാതെ ആരും ഇല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങൾ പറയുന്നു. യേശു പറയാണ്, യേശു നിമിത്തം, എന്റെ നിമിത്തം ഭാര്യയോ മക്കളെയോ അമ്മയപ്പന്മാരെയോ ഭവനമോ നിലമോ സഹോദരന്മാരെയോ വിട്ടുകളഞ്ഞാൽ, എനിക്ക് വിട്ടുകളയേണ്ടി വന്നു, ഈ കാലത്ത് തന്നെ അത് 10 മടങ്ങായി തരും. എന്റെ അനുഭവമാണ്. യേശു നിമിത്തം വീടും മക്കളെയും കുടുംബങ്ങളെല്ലാം വിട്ട് കളയേണ്ടി വന്നു. 7 വർഷത്തോളം ഞാൻ കടത്തിനെ കിടന്നു, ലോഡ്ജ് കിടന്നുകൊണ്ട് യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ കുടുംബത്തിലേക്ക് പോയില്ല, അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യില്ല. അങ്ങനെ ഉറച്ചു നിന്നു, ഉറപ്പും ധൈര്യവും ഉണ്ടായി നിന്നു. ഈ സമയത്ത് ഒരിക്കൽ എന്റെ മകളുടെ കുഞ്ഞ് പ്രസവിച്ചു എന്നറിഞ്ഞു. മൂത്ത ആൺകുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഒത്തിരി കൊതിയുണ്ടായിരുന്നു എൻ്റെ മകളുടെ ഒരു കുഞ്ഞിനെ കാണാനൊക്കെ സാധിച്ചില്ല. പിന്നീട് കണ്ടു. അങ്ങനെ ഞാൻ എൻ്റെ സുവിശേഷ വേലയൊക്കെ ഇങ്ങനെ വളരെ ഓടി, ഞാൻ എല്ലാം മറന്നു. എനിക്കൊരു വിഷമമില്ല. എന്നെ ഈ കർത്താവിന്റെ സന്തോഷമായിട്ട് എപ്പോഴും ഹാപ്പി നടന്നു. ഇപ്പൊ എനിക്ക് 69 വയസ്സ് കഴിയാറായി. ഡിസംബർ 24 വന്നാൽ 70 വയസ്സ് തുടങ്ങും. 70 വയസ്സ്. എൻ്റെ മൂത്ത മകന് 43 വയസ്സ് കഴിഞ്ഞു, ഇളയ മകന് 41, മോൾക്ക് 39. 3 മക്കളാണ്. 6 പേരക്കുട്ടികളുടെ എനിക്ക്.
എന്നാൽ സംഭവിച്ചത് അങ്ങനെയല്ല. അങ്ങനെ 7 വർഷം കടത്തിനെ കിടന്ന് സുവിശേഷ ബലി ചെയ്തും പല സ്ഥലങ്ങളിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മദ്രാസിലും ബാംഗ്ലൂരും കർണാടകയിലൊക്കെ ദൈവത്തിന്റെ വചനമായിട്ടും ദൈവത്തിന്റെ വേലയോടനുബന്ധിച്ചും യാത്ര ചെയ്യാൻ ഒത്തിരി ഭാഗ്യമുണ്ടായി. ഞാൻ എൻ്റെ എല്ലാം മറന്ന് ഞാൻ വളരെ ഹാപ്പിയായി. ഒത്തിരി ആത്മാക്കൾ നേടാൻ സ്വയമായിട്ട് ലഘുലേഖ പ്രിന്റ് ചെയ്യാനും അത് വിതരണം ചെയ്യാൻ ലക്ഷക്കണക്കിന് ലഘുലേഖ, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും, അങ്ങനെ ഒത്തിരി ലഘുലേഖ ദൈവം എനിക്ക് തന്നു. ഇതൊക്കെ എഴുതാനും അങ്ങനെ അത് വിതരണം ചെയ്യാനും അനേക ലഘുലേഖ വാങ്ങാൻ വരുവാനൊക്കെ ഇടയായി. അങ്ങനെ പലരും പിന്നെ കൈത്താൾ നൽകാൻ സപ്പോർട്ട് ചെയ്യാൻ ഇടവന്ന് അങ്ങനെ ജീവിതം വളരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പല ദൈവദാസന്മാരും പറഞ്ഞു, ദൈവദാസൻ നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾ ഇപ്പം കുഴപ്പമില്ല, കുറെ കൂടി കഴിഞ്ഞാൽ നിങ്ങൾ തളരും, ആ സമയത്ത് എവിടെയെങ്കിലും പട്ടിയെ പോലെ മരിക്കുക ഇടവരുത്തരുത്, നിങ്ങൾ വിവാഹത്തിന് ആലോചിക്കണം. അപ്പൊ എനിക്കും തോന്നി ഈ വസ്ത്രം കഴുകി തരാനും ഒരു നേരത്തെ കഞ്ഞി വെക്കാനും ഒരു തുണ നല്ലതാണ്. ആമേ വചനം പറഞ്ഞ പുരുഷന് ഏകനായിട്ട് നല്ലതല്ല എന്ന് പറയുന്നു. അപ്പം പിതാവാം ദൈവം ഏദൻ തോട്ടത്തില് ആദാപ്പച്ചനെ അവയെ നിർമ്മിച്ചു കൊടുത്തതുപോലെ എനിക്കൊരു മോഹം ഒരു തുണ നല്ലതാണെന്ന്. അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ വിവാഹാലയം തുടങ്ങി. ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അന്ന് അങ്ങനെ പലരുടെ പ്രേരണ കൊണ്ട് വിവാഹാലയം തുടങ്ങി. പല സ്ത്രീകളെയും കണ്ടു, പെന്തക്കോസ്തുകാരായി. ഇപ്പൊ ഓർക്കും ചിരി വരിക. അപ്പൊ അങ്ങനെ അപ്പൊ അവര് പ്രശ്നം, വിവാഹം കഴിക്കുന്ന ആദ്യ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യണം ലോകപ്രകാരം. വചനപ്രകാരം ഭാര്യ ജീവിച്ചിരിക്കെ വിവാഹം കഴിക്കാൻ പാടില്ല. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് വിവാഹം കഴിക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ള ഭാര്യ ഡിവോഴ്സ് ആവണം. അങ്ങനെ ഞാൻ ഡിവോഴ്സ് കൊടുത്തു, പരപ്രേരണയെ കൊടുത്ത ഡിവോഴ്സ് കൊടുത്തു. എൻ്റെ ഭാര്യ ഇളയ മകനും കുടുംബ കോടതിയിൽ വന്നു. ഒരു ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഞങ്ങൾ വിളിച്ചത്. വന്നു. അപ്പൊ അവര് കടന്നിരുന്നു. ഞങ്ങളെ കൗൺസിൽ ചെയ്യുന്ന മാഡം, സെറീന മാഡം, എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഇവരെ പിരിയാൻ്റെ കാര്യം. പറഞ്ഞു എനിക്ക് അവരെ പിരിയാൻ ആഗ്രഹമില്ല, പക്ഷെ അവരെ കൂടെ ജീവിക്കാൻ ആഗ്രഹം. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഡിവോഴ്സ് കൊടുത്ത്? ഞാൻ പറഞ്ഞു മറ്റു യാതൊരു രക്ഷയില്ല, എനിക്ക് തുണ വേണമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഭാര്യ സഹോദരിയോട് അതേ മാഡം ചോദിച്ചു നിങ്ങൾക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമുണ്ടോ? 7 വർഷം കഴിഞ്ഞു കേട്ടോ, 8 വർഷം പറയും വേർപെട്ട് ജീവിക്കുന്നത്. 8 വർഷത്തേക്ക് 1-2 തവണ മാത്രമേ അവളെ കണ്ടിട്ടുള്ളൂ ഈ പട്ടണത്തിൽ ഞാൻ ഉണ്ടായിട്ട്. അങ്ങനെ ഞാൻ ഭാര്യ പറഞ്ഞു ഇല്ല എനിക്ക് ഇദ്ദേഹത്തെ കൂടെ ജീവിക്കാൻ ഇഷ്ടമേ ഇല്ല, എത്രയും എനിക്ക് വേർപെടുത്തിയാൽ മതി, എനിക്കിനി ഇയാൾ വേണ്ട, ഇയാൾ ഒഴിവായി കിട്ടിയാൽ മതി എന്ന് എൻ്റെ മുഖത്ത് നോക്കി ഈ കൗൺസിൽ മാഡത്തോട് കോടതിയിൽ നിന്ന് അവള് സാക്ഷ്യം പറഞ്ഞു. അപ്പൊ അവിടുന്ന് ആ കൗൺസിൽ ചെയ്യുന്ന മാഡം പറഞ്ഞു ഇന്ന് അടുത്ത 25 നെക്സ്റ്റ് വീക്കിൽ വന്നിട്ട് കോടതി വന്നാൽ മതി, രണ്ടും രണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഇവള് ചാടി വിളിച്ച് മകനെയും വിളിച്ചങ്ങ് പോയി. ഞാൻ താഴേക്ക് എത്തുമ്പോഴേക്ക് മകന്റെ ബൈക്കിൽ കയറി എൻ്റെ ഭാര്യ സഹോദരി പോയി. ഞാൻ എന്തൊക്കെയോ നഷ്ടപ്പെട്ടവനെ പോലെ ആ കോടതിയുടെ സ്റ്റെപ്പ് കയറി താഴെ വന്നപ്പോൾ അവര് പോയി. ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് ഞാൻ പാർക്കുന്ന റൂമിലേക്ക് പോരുമ്പോൾ അല്പം ആഹാരം കഴിക്കാൻ വിശക്കുന്നുണ്ട്. 3 മണി. ആഹാരം കഴിക്കാൻ ഹോട്ടലിൽ കയറി ഒരു ഊണിന് പറഞ്ഞു. ഈ കഴിഞ്ഞ 7-8 വർഷം ഹോട്ടലിൽ നിന്ന് ഭക്ഷണമല്ല, ഊണിന് പറഞ്ഞു. ഊണ് മുമ്പിൽ കൊണ്ടുവച്ചു, ഒരു പിടി വാരി കഴിക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്തോ തളയുന്ന പോലെ ഊണ് കഴിക്കാതെ അവിടത്തിനിട്ട് കാശ് കൊടുത്ത് ഞാൻ റൂമിൽ വന്ന് കിടന്ന്. ആ സമയത്ത് 4 മണി. ഒന്ന് മയങ്ങാം എന്ന് വെച്ച് കിടന്നു, പക്ഷെ ഉറക്കം വരുന്നില്ല. അങ്ങനെ ഞാൻ എഴുന്നേറ്റിരുന്ന് ദൈവത്തോട് ചോദിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. ഒത്തിരി ആർഗ്യുമെന്റ്സ് ഞാനും യേശു ഒത്തിരി ഞങ്ങൾ വാദിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. 4 മണി മുതൽ 5 മണി വരെ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ലോഡ്ജിൽ റൂമിൽ പകൽ നേരം പ്രാർത്ഥിച്ച് കുറെ കരഞ്ഞു. എനിക്ക് എൻ്റെ ഭാര്യയെ നഷ്ടപ്പെടാം. ഇത്രയും കാലം എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അവിടെ ഉണ്ടെന്ന് കരുതാം. എന്നേക്കുമായി നിയമപ്രകാരം അവളെ എനിക്ക് നഷ്ടപ്പെടും. എനിക്ക് ഓർക്കാൻ വയ്യ. ഭയങ്കര സങ്കടം. ഞാൻ കിടന്ന് കരഞ്ഞു. 5:30 മണിയായപ്പം എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഭാര്യയുടെ മെസ്സേജ് ആയിരുന്നു. അല്ല, ഇത് കഴിഞ്ഞിട്ട് ഇതിനു മുമ്പ് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഞാൻ നേരെ റൂമിലേക്ക് വന്നു. എൻ്റെ ഭാര്യ മകനെയും കൂട്ടി വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ മൂത്തമൻ ഖത്തറില, അവന്റെ ഭാര്യ വീട്ടിൽ. അവന്റെ ഭാര്യ, രണ്ടാമത്തെ മകന്റെ ഭാര്യ, എൻ്റെ മകനും മകളും മരുമകനും അമ്മയുടെ കാര്യം അറിയാൻ വീട്ടിൽ കാത്തിരിക്കുക. കോടതി വിട്ട് അമ്മ ചെല്ലുമ്പം അമ്മയോട് ചോദിച്ചു എന്തായി അമ്മയെ കാര്യം. അപ്പൊ അമ്മ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞു, എല്ലാം അടുത്ത ആഴ്ച 2-2 ആ ശല്യം ഒഴിവായി എന്ന് പറഞ്ഞ് അവള് വീട്ടിലേക്കായിരുന്നു. ഇത് കഴിഞ്ഞ് ഇവള് ഭക്ഷിച്ച് പാനം ചെയ്ത് വീട്ടിൽ ഇവൾ ആഹാരം എല്ലാം കഴിച്ച് റെസ്റ്റ് എടുത്തു. ഈ സമയം ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. 4 മുതൽ 5 വരെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ
ആ പ്രാർത്ഥന സ്വർഗം കേട്ടു. പകൽ നേരത്ത് അശോക് കുമാർ എന്ന ഈ മനുഷ്യൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം കേട്ട് 5 മണിക്ക് എന്റെ വീട്ടിലേക്ക് ദൂതനെ വിട്ടു. എങ്ങനെ? എന്റെ ഭാര്യ ആ ശല്യം ഒഴിവായി കിട്ടി, അടുത്ത ആഴ്ച ഒഴിവാവും എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി ആഹാരം കഴിച്ച് വിശ്രമിച്ചവൾക്ക് പെട്ടെന്നൊരു മാറ്റം. 1 മണിക്കൂറുണ്ട്. അവള് തലയിലിട്ട് ഭിത്തി കടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി പോലും. അവൾ പിന്നീട് വന്ന് പറഞ്ഞതാ, എനിക്ക് അച്ഛനെ ഒഴിവാക്കാൻ പറ്റില്ല, അച്ഛനെ വേണം, ഞാൻ ഡിവോഴ്സ് ചെയ്യില്ല. 1 മണിക്കൂർ അശോക് കുമാർ സ്വർഗത്തിലേക്ക് നോക്കി കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ എന്റെ വീട്ടിലേക്ക് എന്റെ ദൈവം അയച്ചു, യേശു അയച്ചു. എന്റെ ഭാര്യയ്ക്കും മാനസാന്തരം ചേഞ്ചായി. അവള് പറഞ്ഞു, എനിക്ക് എന്റെ ഭർത്താവിന് വേണം. അങ്ങനെ അവൾ മെസ്സേജ് ഇട്ടു, എനിക്ക് നിങ്ങളുടെ അല്പം സംസാരിക്കാണ്ട്. ഞാൻ വിചാരിച്ചു വല്ല തെറി പറയാനായിരിക്കും വിചാരിച്ചു. അങ്ങനെ ഞാനത് മെസ്സേജിന് മറുപടി കൊടുത്തില്ല. രാത്രി 12 മണി വരെ അവള് ഒത്തിരി മെസ്സേജ് ഇട്ടു. അവസാന മെസ്സേജ് ഇപ്രകാരമായിരുന്നു, ഷോട്ട്, എനിക്ക് നിങ്ങളുടെ അല്പം സംസാരിക്കണം, നിങ്ങൾ വിളിക്കുന്ന എവിടെയായാലും ഞാൻ വരാം, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം, ദോഷത്തൊന്നല്ല, നമ്മളെ ജീവിതത്തിന് വേണ്ടിയാണ്. അങ്ങനെ അടുത്ത ദിവസം അന്ന് എനിക്ക് ചർച്ച ഉണ്ട്. എന്റെ സഭയില് ഒരു ഉദ്യോഗസ്ഥയുണ്ട്, അവരെയും കൂട്ടി ഞാൻ കോഴിക്കോട് ലയൺസ് പാർക്ക് എന്നൊരു ബീച്ചുണ്ട്, ബീച്ചിൽ ലയൺസ് പാർക്കുണ്ട്, അവിടെ വൈകിട്ട് 4 മണിക്കെത്തി. എവളും വന്നു, കുറെ സംസാരിച്ച് തർക്കിച്ച് ഉടക്കായി. പിന്നെ അവര് കോംപ്രമൈസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും റീയൂണിയനായി. 2013 റീയൂണിയൻ വലിയ അത്ഭുതമല്ല. പക്ഷേ ഇന്നലെ വൈകിട്ട് കോടതി വിട്ട് വന്നിട്ട് ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. സ്വർഗത്തിൽ നിന്ന് ദൂതനെ എന്റെ വീട്ടിലേക്ക് അയച്ച് എന്റെ ഭാര്യയ്ക്ക് മാനസാന്തരം നൽകി. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. കാലങ്ങൾ കാത്തു നിൽക്കണ്ട, മണിക്കൂറുകൾ വേണ്ട, മിനിറ്റുകൾ മതി. നമ്മുടെ ദൈവം ജീവിക്കുന്നു. ഓരോ വിശ്വാസിയുടെയും പ്രാർത്ഥന കേൾക്കാൻ എന്റെ ദൈവം കാതോർത്തിരിക്കുന്നു. അന്നെനിക്ക് മനസ്സിലായി, ഒത്തിരി ദൈവപ്രവൃത്തി കണ്ട മനുഷ്യൻ, ഒത്തിരി അത്ഭുതങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. മരിക്കാൻ കിടക്കുന്ന മെഡിക്കൽ കോളേജിൽ ICU കിടക്കുന്നവർക്ക് ജീവിച്ച് പുറത്തുനിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ കഴിവല്ല, എന്റെ തമ്പുരാൻ ഉപയോഗിച്ചതാണ്. ഒത്തിരി ആത്മാക്കൾ നേടാൻ സ്വർഗം എന്നെ ഉപയോഗിച്ചു, എന്റെ വായു ഉപയോഗിച്ചു. ഒത്തിരി പേർക്ക് മഹാരോഗം, തലവേദനയും മുട്ടുവേദനയും കണ്ണുവേദനയും ദൈവവേദനയല്ല, മാരക രോഗങ്ങൾ മാറാൻ ദൈവം എന്നെ ഉപയോഗിച്ചു, എന്റെ വായു ഉപയോഗിച്ചു. ഫോണിലൂടെ പ്രാർത്ഥിച്ച് വിദേശ രാജ്യങ്ങളിൽ രോഗം സൗഖ്യമായവരുണ്ട്, ഇന്നുമുണ്ട്. എന്നെ പുകഴ്ത്തല്ല, എന്റെ ദൈവം എന്നെ ഉപയോഗിച്ചു. എന്നെ നാവിനെ ദൈവം ഉപയോഗിക്കുന്നു, ഞാൻ ഏതുമല്ല. അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോംപ്രമൈസ് ആയി. അപ്പം വീട്ടിൽ നിന്ന് രണ്ടാമത്തെ മകൻ പറഞ്ഞു, അന്ന് 2 ആൺമക്കളും ഭാര്യമാരും വീട്ടിൽ തന്നെയാണ്. രണ്ടാമത്തെ മകൻ പറഞ്ഞു, അച്ഛൻ ഇപ്പം ഇങ്ങോട്ട് വരണ്ട, അവൻ വലിയ അമ്പലഭക്തനാണ്, ഇന്നേതോ അമ്പലത്തിന് സെക്രട്ടറിയാണ്, ഇങ്ങോട്ട് വരണ്ട, ഞാൻ വീടുണ്ടാക്കി പോയിട്ട് വന്നാൽ മതി. 2 വർഷം അച്ഛനമ്മ പുറത്തെവിടെയും താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 2013 ഞങ്ങൾ കൊച്ചു വാടക മുറി എടുത്തിട്ട് പാർക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ഞങ്ങൾ ജീവിതം തുടങ്ങി. അവള് വീട്ടിലും പോവും, എൻ്റെ അടുത്ത് വരും. അങ്ങനെ അങ്ങനെ വന്നുകൊണ്ട് ഇപ്പം ഞങ്ങൾ 12 വർഷമായി ഇതുപോലെ വാടക വീട്ടിൽ പാർക്കുന്നു. ഇതുപോലെ വാടക വീട്ടിൽ പാർക്കുന്നു. എന്റെ വീട് അവളുടെ ഡോക്യുമെന്റ് മോൻ എഴുതി കൊടുത്തു. മൂത്ത മോൻ ശേഷം വരയ്ക്ക് ഇറങ്ങിയപ്പോൾ എന്റെ ചുറ്റുപാട് എല്ലാം പറഞ്ഞു, അശോക് കുമാറിന്റെ ജീവിതം പോയില്ലേ. മൂത്ത മോൻ നല്ല വീട്, സ്വന്തം ബിസിനസ്, കാറ്. ഇളയ മോൻ നല്ല വീടും നല്ല സ്വന്തമായിട്ട് ജോലിയൊക്കെ അവന് ദൈവം കൊടുത്തു. എന്റെ മോളെ നല്ലതിലേക്ക് ഒരൊറ്റ ആൺകുഞ്ഞുള്ള വീട്ടിലേക്ക് എത്തിച്ചയച്ചു. എനിക്കിപ്പോ 6 പേരമക്കളുണ്ട്. മൂത്ത മകന് 2 മക്കൾ ആണും പെണ്ണും, ഇളയ മകൻ 2 മക്കൾ ആണും പെണ്ണും, ഇളയ മോൾക്ക് 2 മക്കൾ ആണും പെണ്ണും, 3 ആണും 3 പെണ്ണും, 6 പേരക്കുട്ടികൾ എനിക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നും കർത്താവിന്റെ വായിൽ അധ്വാനിച്ചുകൊണ്ട് ഇങ്ങനെ വാടക വീട്ടിൽ പാർത്തുകൊണ്ട് ഇപ്പൊ ഞാൻ 19 വർഷമായി വാടക വീട്ടിലും വാടക മുറികളിലും പാർക്കുന്നു. ലോഡ്ജിൽ പാർക്കുമ്പോൾ ചിലടത്ത് വാടക കൊടുക്കാതെ തന്നെ പെടലിലേക്ക് പുറന്തള്ളിയിട്ടുണ്ട്, ഇറക്കി വിട്ടിട്ടുണ്ട്. ചിലടത്ത് പെന്തക്കോസ്തുകാരനായതിന്റെ പേരിൽ എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. 2013
വൈഫ് കൂടെ വന്ന ശേഷം ഇപ്പം 25 ഇതുവരെ വാടകയിൽ പാർക്കാം. വരുമാനമൊന്നുമില്ല. ഉണ്ട് കേട്ടോ, ക്ഷേമ പെൻഷൻ 1600 രൂപ മാസം കിട്ടും. 1600 രൂപ ഇതാ വരുമാനം. പിന്നെ എങ്ങനെ ജീവിക്കുന്നു? വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ പോറ്റുന്നു. എന്റെ തലമുറയെ മാനിച്ച് അവരെ നല്ല നില എത്തിച്ചു എന്റെ കർത്താവായ യേശു. അവരൊക്കെ ശ്രേഷ്ഠന്മാരായി. സമൂഹം പറഞ്ഞ പോലെ അവർ ചിഹ്നഭിന്നമായി പോയില്ല. എന്റെ ചുറ്റുപാടുള്ള ചില യൗവനക്കാർ ആത്മഹത്യ ചെയ്യുന്നു. പലരും പല വിധത്തിലായി പോകുന്നു. ആക്സിഡന്റ് ആവുന്നു, എഴുന്നേക്കാൻ വയ്യാതാവുന്നു, നടക്കാൻ കഴിയാതാവുന്നു. ഇവരെ പ്രായത്തിലുള്ളവർ എങ്ങനെയൊക്കെ ആകുമ്പോൾ എന്റെ മക്കൾ എന്നും ദൈവകൃപയാൽ നല്ല ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ കൂടെ നല്ല യോഗ്യന്മാരായി നടക്കുന്നു, നന്നായി കുടുംബം പോറ്റുന്നു. ഇപ്പൊ എനിക്ക് 3 മക്കളെ എനിക്ക് കിട്ടി, 3 മരുമക്കളെ കിട്ടി, 6 പേരക്കുട്ടികളെ കിട്ടി. വചനം പറഞ്ഞു, എന്റെ നിമിത്തം ഭാര്യയോ മക്കളെയോ അമ്മയപ്പന്മാരെയോ ഭവനമോ വീടോ സമ്പത്തോ വിട്ടുകളഞ്ഞാൽ ഈ കാലത്ത് തന്നെ തന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. എന്റെ ദൈവം എന്റെ മക്കളെ എനിക്ക് തന്നു, എന്റെ ഭാര്യ പേരക്കുട്ടികളെ തന്നു. വളരെ സ്നേഹത്തിലാണ്. മിനിയാന്നും എന്റെ മൂത്ത മകനും മരുമകളും കൊച്ചുങ്ങളും വീട്ടിൽ വന്നു. വാടക വീടാണ്. ദൈവത്തിന് വേണ്ടി നീ ഒരു സ്റ്റെപ്പ് വെച്ചാൽ ദൈവം നിനക്ക് വേണ്ടി 10 സ്റ്റെപ്പ് വെച്ചു. ദൈവത്തിന് വേണ്ടി നീ ആരോടും ദൈവത്തെ കുറിച്ച് പറഞ്ഞാൽ, യേശുവിനെ കുറിച്ച് ആരോടും നീ പറഞ്ഞാൽ, ഒരു വാക്ക് സുവിശേഷം പറഞ്ഞാൽ, യേശു നിന്നെ കുറിച്ച് ദൈവത്തോട് പറയും. ദൈവം ചെയ്യാത്തവരൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. തന്റെ ചങ്കില ചോര പിലാത്തോസിന്റെ കൽത്തളത്തിൽ ചങ്ങല കൊളുത്തുകൾ ബന്ധിക്കപ്പെട്ട് ചാട്ടവാറ് 1 പറയാം 40 അടിയേറ്റ് പുറം ഒഴിവുചാൽ പോലെ ചീന്തി രക്തവും മാംസവും ചിഹ്നിച്ചു തറി, കന്നത്തടിയേറ്റ് മുഖത്ത് തുപ്പേറ്റ് താടി രോമങ്ങൾ ഓരോന്നോരോന്നായി പിഴുതെറിയപ്പെട്ട് തലയിൽ കോലുകൊണ്ട് അടിയേറ്റ് മുൾമുടി ചൂടി കുരിശ് ചുമന്ന് വീണ്ടും എഴുന്നേറ്റ് ചുമന്ന് ഗൊൽഗോത്ത മലയിൽ 2 കള്ളന്മാരുടെ മധ്യേ പച്ച പൈൻ മരത്തിൽ 9 ഇഞ്ച് നീളമുള്ള കാരിരുമ്പ് ആണികളാൽ എന്റെ കർത്താവ് ആണിക്ക് കൈകൾ ഏൽപ്പിച്ചു കൊടുത്ത് ക്രൂശിൽ മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്, എന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്. പക്ഷെ ഒന്ന് യേശു പറഞ്ഞുള്ളൂ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കാൻ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശ്രമെന്ന നാമത്തിൽ സകലയും ശിഷ്യരായിക്കൊള്ളുവിൻ, സ്നാനപ്പെടുത്താൻ പറഞ്ഞു, പോകാൻ പറഞ്ഞു. എന്നാൽ പരിശ്രമം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ച് ഓടാൻ തുടങ്ങും. ആ പരിശുദ്ധാത്മ അഭിഷേകം ലഭിച്ചതുകൊണ്ടാണ് എനിക്കിവിടെ ഇരിക്കാൻ ഭാഗ്യമുണ്ടായത്. ഇതേ അഭിഷേകം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ബീന തോമസ് ആന്റിയുടെ മേൽ വീണപ്പോൾ നാടും വീടും കുടുംബം വിട്ട് അടിയും തല്ലും കൊത്തുമേറ്റ് പട്ടിണി കിടന്ന് വടക്കേ ഇന്ത്യയിൽ ഓടിയത് ഈ അഭിഷേകം വീണത് കൊണ്ടാണ്. ഇന്ന് ഇംഗ്ലണ്ടിലായിരിക്കുന്നതും ഇംഗ്ലണ്ടിൽ നിന്ന് സുവിശേഷം ചെയ്യുന്നതും ഈ അഭിഷേകം വീണത് കൊണ്ടാണ്. ഏതെങ്കിലും ദൈവദാസന്മാർ തലയിൽ കൈവച്ച് കുലിക്ക് നീ അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്നതും കട്ടെടുത്ത കവർന്ന 4 ഈ ഭാഷ പറയുന്ന എല്ലാ അഭിഷേകം വന്നു കഴിഞ്ഞാൽ 1 സ്വയം അറിയും, 2 സഭയറിയും, സമൂഹം അറിയും. 8 കൊല്ലം കടത്തന്നെ കടന്നു. 25-ാം വർഷം സുവിശേഷവരിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഒന്നോർക്കുമ്പോൾ സന്തോഷമുണ്ട്. സാത്താന്റെ അഗ്നി നരകത്തിന് ആടുകളെ എണ്ണപ്പെട്ട വിറകുകളിൽ എണ്ണപ്പെട്ട അനേകരെ ആ അഗ്നി തീയിൽ നിന്ന് വലിച്ചൂരിയെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്താൻ സ്വർഗ്ഗം ഉപയോഗിച്ചു. നഷ്ടപ്പെട്ടെല്ലാം തിരിച്ചു തന്നു. മക്കളെ തന്നു, ഭവനം തന്നു, കുടുംബം തന്നെ തന്നു. വീടില്ല, എനിക്ക് വീടില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ മരിക്കുന്നതിനൊക്കെ ഒരു സ്വന്തമായൊരു വീട്ടിൽ 2 സെന്റ് സ്ഥലം മതി, ഒരു കൊച്ചു വീട് മതി, ഒരൊറ്റമുറി വീട് മതി. ഈ വാടകയിൽ നിന്ന് ഒഴിവാക്കാൻ 19 വർഷമായി വാടക വീട്ടിൽ. എനിക്കും എൻ്റെ ഭാര്യ സഹോദരിക്കും സമാധാനത്തിലൂടെ സ്വന്തമായൊരു വീട്ടിൽ നീണ്ടു നിവർന്ന് കിടന്ന് ഉറങ്ങാൻ അത് മാത്രമേ ആഗ്രഹമുള്ളൂ, മറ്റൊരാഗ്രഹവും ഇല്ല. പിന്നെ കുറെ ആത്മാക്കൾ മരണം വരെ സുവിശേഷം പ്രസംഗിക്കണം. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന ആദരവ്
ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡും, കണ്ണൂരും, ബാംഗ്ലൂരും, മദ്രാസൊക്കെ പോകുമ്പോൾ അവിടുന്ന് ദൈവമക്കൾ, ദൈവദാസന്മാർ തരുന്ന സ്നേഹം ഓർക്കുമ്പോൾ, ആ പരിചരണം ഓർക്കുമ്പോൾ, ഇതിനൊക്കെ ഞാൻ യോഗ്യനല്ല, അവൻ നിമിത്തം, അവൻ മാത്രം കാരണം, എന്റെ യേശു മാത്രം, യേശു മാത്രം കാരണം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഈ സ്റ്റോം പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ ഭാഗ്യമുണ്ടാവുന്നത് യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതുകൊണ്ട്, എന്നെ വീണ്ടെടുത്തുകൊണ്ടാണ്. എനിക്കൊന്നിനെ കുറിച്ചും ഭാരമില്ല. എന്റെ വീണ്ടെടുപ്പുകാരൻ ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. അന്ത്യത്തോളം അവൻ ചുമക്കാൻ മതിയായവനാണ്. യേശു പറഞ്ഞു, ഞാൻ നരയോളം നിന്നെ ചുമക്കുന്നു. വെറും വാക്കല്ല, വാക്ക് പറഞ്ഞ വാക്ക് മാറാത്തവനാണ്. എന്റെ യേശു എന്നോട് പറഞ്ഞു, നീ മതിൽ കുത്തിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. ഞാൻ പുറത്തു പോയി. യേശുവിനെ പുറത്തുകൊണ്ട്. പക്ഷെ യേശു പറഞ്ഞു, എന്റെ നിമിത്തം ഭാര്യ, മക്കളെ, അമ്മയപ്പന്മാരെ വിട്ടുകളഞ്ഞു. ഈ കാലത്ത് 10 മടങ്ങായി തരും. ഇപ്പൊ എന്റെ കുടുംബാംഗങ്ങളെല്ലാം വന്നു. എന്റെ അനിയൻ വിശ്വാസിയെ സ്ഥാനപ്പെട്ടു. ഒത്തിരി പേർ സ്ഥാനപ്പെട്ടു. എന്റെ അനിയൻ വിശ്വാസി കഴിഞ്ഞ മാസം മരിച്ചുപോയി. വീടൊന്നുമില്ല, പാവം. അടിയൻ മുൻകൈയെടുത്ത് എന്റെ ജ്യേഷ്ഠ സഹോദരന്മാരെയും മക്കളൊക്കെ ചേർത്ത് ഒരുക്കിയിട്ട് അവന്റെ വീട് ഞാൻ റിനോവേറ്റ്, നല്ല ഭംഗിയുള്ള വീടായി കൊടുത്തു. 1.5 ലക്ഷം രൂപകളായി. എനിക്കിപ്പോഴും വീടില്ല കേട്ടോ. പക്ഷെ എന്റെ അനിയനൊരു മകളുണ്ട്, 10ാം ക്ലാസ്സുകാരി, ഭാര്യയുണ്ട്. അവർ മാത്രമേ ഉള്ളൂ. അടച്ചുറപ്പില്ലാത്ത വീട്, വാതിലും അന്താഴും എല്ലാം തകർന്നു കിടക്കുകയായിരുന്നു. ഞാൻ മുൻകൈയെടുത്ത് കർത്താവിന് മകനായ എന്റെ അനിയന് വേണ്ടിയിട്ട് ഞാൻ വീടൊരുക്കി. നല്ല ഭംഗിയുള്ള ഉറപ്പുള്ള വീടാക്കി. ജനവാലും വാതിലും കട്ടിലും എല്ലാം മാറ്റി ടൈലിട്ട് ആ പുറത്തുള്ള ടോയ്ലറ്റ് അകത്താക്കി. സന്തോഷം, ഇതല്ലേ സന്തോഷം. അങ്ങനെ ദൈവം എപ്പോഴും ഒത്തിരി കാര്യങ്ങൾ പറയാണ്ട് എന്റെ സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ എന്റെ ഭാര്യ സഹോദരിയായിട്ട് ഒരു കൊച്ചു വാടക വീട്ടിൽ ഞങ്ങൾ പാർത്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നു. ഒരാഗ്രഹമേ ഉള്ളൂ, മരിക്കുന്നതിന് മുമ്പേ 2 സെന്റ് സ്ഥലത്ത് ഒരു കൊച്ചു വീട് വേണം. നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന ലോകം മുഴുവൻ ഈ വയോദീപ്തി എന്ന സൂം പ്ലാറ്റ്ഫോമിലൂടെ കേൾക്കുന്ന എന്റെ നല്ലവരായ എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, അമ്മയപ്പന്മാരെ, ആന്റിമാരെ, കർത്തദാസന്മാരെ, എന്റെ ഈ പ്രഭാഷണം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊരു കൊച്ചു കുടിലുണ്ടാക്കാൻ, സ്വന്തമായിട്ട് കുടിലുണ്ടാക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഞങ്ങള് വന്നതിനിടയ്ക്ക് ഒരുപാട് പ്രതികൂലങ്ങൾ. ഒരിക്കൽ എൻ്റെ വീട്ടിലെ ഒരു 5-10 ഈ BJP RSകാർ കയറി വന്നു എന്നെ ഉപദ്രവിക്കാൻ. ആ സമയം ഞാൻ പള്ളിയിൽ പോയതാ. തിരികെ വന്നപ്പോൾ എൻ്റെ വൈഫ് ഇത് പറഞ്ഞു, അവരെന്നെ കണ്ടേ പോളെന്ന് പറഞ്ഞു. ഞാൻ വന്ന ഉടനെ ബാത്റൂമിൽ പോയി മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. പിന്നെ അവര് ആ വഴിക്ക് വന്നിട്ടില്ല. ഒത്തിരി സോറിയാസ് രോഗങ്ങൾ മാറുവാൻ സ്വർഗം അനുഭവിച്ചു. കുവൈറ്റിലൊരു സഹോദരൻ വിളിച്ചു, സ്ട്രെസ്സാന്ന് പറഞ്ഞു. രാത്രി പ്രാർത്ഥിച്ചു, സ്ട്രെസ്സാണ് പക്ഷേ 1 മാസം ഉറങ്ങിയിട്ട് ജോലി ചെയ്യാൻ കഴിയും. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്ത സൂപ്പർവൈസറാണ്, പത്തനംതിട്ടക്കാരനാണ്. ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഫോണിലൂടെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് വിടുതലായി. ഇന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് അടിയനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് പാൽച്ചിലെ കർത്തദാസി ബീന തോമസും എന്നെ വിളിക്കാനിടയായത്. പറഞ്ഞു വരുമ്പോൾ പിന്നീട് പറയാനുള്ളത്, അടിയൻ ഒത്തിരി ലഘുലേഖ എഴുതി. ഇന്ന് കേരളത്തിലും മദ്രാസിലും ബാംഗ്ലൂരൊക്കെ ഉള്ള ഒത്തിരി കർത്തദാസന്മാർ ഞാൻ എഴുതിയ ലഘുലേഖ അയച്ചു കൊടുക്കാൻ പറയും. 5000, 6000, 5000 ഒക്കെ ആയിട്ട് ഇങ്ങനെ ലഘുലേഖ പ്രിന്റ് ചെയ്ത് അവർക്ക് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ഞാനും ഇന്നും സുവിശേഷ വേല ചെയ്യുന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതി മുതൽ 25-ാം തീയതി വരെ പുനലൂരായിരുന്നു ശുശ്രൂഷ. അവിടെ ഒരു മീറ്റിങ്ങിൽ ക്രമീകരിക്കാൻ സ്വർഗം ഉപയോഗിച്ചു. അടുത്ത മീറ്റിംഗ് അടുത്ത മാസം തുടങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് ദൈവത്തിന്റെ വേലയിലൂടെ ഇപ്പോഴും കടന്നു പോകുന്നു. പറയേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മള് ദൈവത്തിന്റെ വചനം അനുസരിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ യേശു നമ്മളെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വേലയുണ്ട്. യേശു ആരെയും ചുമ്മാ തന്റെ ചങ്കിൽ രക്തം കൊണ്ട് വിലക്ക് വാങ്ങില്ല. യേശു തന്റെ ചങ്കിൽ രക്തം കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വേലയുണ്ട്. ചിലർ പറയും സഭയിൽ സെക്രട്ടറി ആവുന്ന എന്റെ വേലാണ്, ചിലർ ഫണ്ട് കാക്കി നിന്ന് ട്രഷറർ ആവാൻ വേലാണ്. ഇതൊന്നല്ല.
പോകുവിൻ എന്ന് പറഞ്ഞു. നാം പുറത്തു പോകണം. ഒരു ദിവസം ഒരാളോടെങ്കിലും നിങ്ങൾ സുവിശേഷം പറയണം, പറഞ്ഞിരിക്കണം. ഒരു ലഘുലേഖ കൊടുക്കണം. എനിക്ക് ഒരു ലഘുലേഖയും കൊടുത്തില്ലെങ്കിൽ അന്ന് ഉറക്കം വരില്ല, ഭക്ഷണം കഴിക്കാൻ മടുപ്പ. ഇപ്പൊ ലേശം വിഷമത്തില്ല, കാരണം പ്രായം ആയി, ശാരീരികം ഒത്തിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. മറ്റൊരു ഭാഗത്ത് സാമ്പത്തികത്തിൽ ഒത്തിരി ഞെരുക്കങ്ങളുണ്ട്. ഈ 30-ാം തീയതി ആകുമ്പോഴേക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ തീ ആളും, കാരണം ഇവിടെ വാടക കൊടുക്കണം. അങ്ങനെ ഇന്ന് പോലെ കർത്താവ് നടത്തി. പിന്നെ വൈഫിനൊക്കെ എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോഴാണ് ഞാൻ തളർന്നത്, കാരണം സാമ്പത്തികത്തിന്റെ ഞെരുക്കം അവിടെ അനുഭവപ്പെടും. എന്തായാലും മക്കളും മരുമക്കളും പേരമക്കൾക്ക് തന്നെ ജീവന്റെ ജീവനാണ്. എനിക്കത് മതി. എന്റെ ഭാര്യ കൂടെയുണ്ട്. ഒത്തിരി ശത്രുക്കൾ നടുവിലും ദൈവം എന്നെ കൊണ്ടുവരും. തറവാട്ടിൽ എന്നെ വേണ്ടെന്ന് പറഞ്ഞ എന്നെ തള്ളിക്കളഞ്ഞ എന്റെ ജ്യേഷ്ഠന്റെ മക്കളും, എന്നെ പാപ്പ ചിറ്റപ്പ എന്ന് വിളിച്ച മക്കളും, എന്നെ മാമ എന്ന് വിളിച്ച മക്കളെല്ലാം ഇപ്പൊ എന്നോട് വളരെ സ്നേഹമാണ്. ഞങ്ങൾക്ക് വളരെ സ്നേഹിതന്മാരെ പോലെ. അവർക്ക് എന്നെ അന്നില്ലാത്ത ബഹുമാനം ഇന്ന് ഉണ്ടായി തുടങ്ങി. ഇന്ന് എവിടെ ചെന്നാലും എനിക്ക് ഒരു മാന്യത ലഭിക്കുന്നുണ്ട്, കാരണം ക്രിസ്തു എന്ന് പറഞ്ഞാൽ പണ്ട് എന്നെ ഒരു നികൃഷ്ട ജീവിയെ പോലെ കണ്ട്, പണ്ട് കല്യാണ വീട്ടിലെ പോകുമ്പോൾ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എന്നെ തിരിഞ്ഞു നടന്നു കളയുന്ന, മുഖം തിരിഞ്ഞു നടന്നു കളയുന്നവർക്ക് ഇന്ന് എൻ്റെ അടുത്ത് പാപ്പ എന്ന് പറഞ്ഞ എന്റെ കൈ പിടിക്കും, എന്നോട് കാര്യങ്ങൾ ആലോചിക്കും. നീ ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചുണ്ടെങ്കിൽ പിൽക്കാലത്ത് ദൈവം നിന്നെ മാനിക്കും. ദൈവത്തിന് വേണ്ടി നീ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉന്നതന്മാരോട് കൂടെ നിന്നെ ഇരുത്തുന്നത് എന്റെ അനുഭവമാണ്. ഒത്തിരി ഉന്നതന്മാരായ പാസ്റ്റർമാരോട് കൂടെ വലിയ കൺവെൻഷൻ സ്റ്റേജിലൊക്കെ, തിരുവല്ലയൊക്കെ ആന്റണി ഫ്രാൻസിസ് പാസ്റ്ററൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ തിരുവല്ല വലിയ ക്രൂഫെയർ നടത്തിയിരുന്നു, ട്രൂ ഫെയ്ത്തിന്റെ ഫയർ മീറ്റിംഗ്. അവിടെയൊക്കെ ഞാൻ അതൊരു ഭാഗമായിരുന്നു. 2019-ലും 2020-ലും ലോകത്തിലെ ഒത്തിരി ഉന്നതന്മാരായ ദൈവദാസന്മാരെ അവിടെ കൊണ്ടുവന്നു ശുശ്രൂഷിപ്പാൻ. ആദ്യത്തെ മീറ്റിംഗ് 14 days ഞാൻ എന്റെ പ്രയർ വായര്, രണ്ടാമത്തെ മീറ്റിംഗ് 21 days. 2 മീറ്റിംഗിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അവിടെയൊക്കെ ഉന്നതന്മാരായ MA വർഗീസ് പാസ്റ്റർ, ഇതുപോലെ ഒരു പാസ്റ്റർ, ലണ്ടനിൽ ഒരു പാസ്റ്റർ മരിച്ചുപോയി, എബ്രഹാം ചാൾസ്, എങ്ങനെ ഒത്തിരി 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 വിലപ്പെട്ട ദൈവദാസന്മാർ അവരുടെ കൂടെയൊക്കെ സഹകരിക്കാനും അവരുടെ കൂടെയൊക്കെ ശുശ്രൂഷിക്കാനൊക്കെ സ്വർഗം എന്നെ മാനിച്ചു. ആർക്കും വേണ്ടാതെ ഒരു പുഴുവിനെ പോലെ തള്ളിക്കളഞ്ഞ എന്നെ ദൈവം മാനിച്ചു. എന്റെ സമൂഹവും എന്റെ ചാർച്ചക്കാർ ബന്ധുക്കാർ എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ എന്റെ കർത്താവ് എന്നെ ഉന്നതന്മാരോട് കൂടി ഇരുത്തി. അവരോടുകൂടെ ഉന്നതന്മാരുടെ കൂടെ ഉന്നതമായ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിപ്പാൻ എനിക്ക് അവസരം ഒരുക്കി തന്നു. ഇതൊന്നും എന്റെ കഴിവോ എന്റെ വിദ്യാഭ്യാസ യോഗ്യത, തറവാട്ടുമായോ കുലമായോ ഒന്നുമല്ല, അവന്റെ സ്നേഹം മാത്രം. 4 ഇംഗ്ലീഷ് വാക്ക് ഒരുമിച്ച് കൂട്ടി വായിക്കാൻ അറിയാത്ത എന്നെ PhD-യും ഡബിൾ PhD-യും ഒക്കെ എടുത്ത ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, ബില്ലി ഗ്രഹാം മിനിസ്ട്രിയുടെ കേരളത്തിലെ കോഴിക്കോടൊക്കെ ബില്ലി ഗ്രഹാം മിനിസ്ട്രി കോർഡിനേറ്റ് ചെയ്യാൻ എനിക്കും ഭാഗ്യമുണ്ടായി. ഡബിൾ PhD-കാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് യാത്ര, ഒരുമിച്ച് അദ്ദേഹത്തെ ഊണ് കഴിക്കും. സ്വപ്നം പോലെ കാണാൻ കഴിയാത്ത നിലയിലേക്ക് സ്വർഗം എന്നെ കൊണ്ടുവന്നു. പുകഴുവാൻ ഒന്നുമില്ല, പ്രശംസിപ്പാൻ ഒന്നുമില്ല. എന്റെ കഴിവല്ല, എന്റെ ജ്ഞാനമല്ല, അവന്റെ കൃപ. അവന്റെ കൃപ ഒന്ന് മാത്രം. ഇവിടെ എന്റെ സാക്ഷ്യം പറയാൻ ഞാൻ 23-ാം തീയതി, കഴിഞ്ഞ 23-ാം തീയതി ആന്റിക്ക് ഡേറ്റ് കൊടുത്താണ്. പക്ഷെ അന്ന് കയറാൻ പറ്റിയില്ല, കയറ്റില്ല. എന്താ അറിയോ, നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ 9 സ്റ്റെപ്പ് പിശാച് പിറകോട്ട് വലിക്കും. ഞാൻ ഇന്ന് പകൽ നേരം പ്രാർത്ഥിച്ചു, വൈകിട്ട് പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, കാരണം ഞാനൊരു പാവപ്പെട്ട എളിയവനാണ്. ഇതുപോലത്തെ വലിയ വർഷങ്ങളായിട്ട് സുവിശേഷ വേല ചെയ്യുന്ന വാത്സല്യ കർത്താവസ്ഥയുടെ കൂടെ ഒരു നേരം ശുശ്രൂഷിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്, അത് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എന്നോർത്ത്. എന്നാൽ പിശാച് ഈ സൂം മീറ്റിംഗിൽ ശുശ്രൂഷ അവസരം നൽകാതെ എന്നെ പിറകോട്ട് വലിച്ചു, നെറ്റ് കംപ്ലൈന്റ് ഒക്കെ ഉണ്ടാക്കി. ഒരിക്കലും ഞാൻ ഇവിടെ ശുശ്രൂഷിക്കാൻ ഒന്നും കഴിയുന്ന വിചാരിച്ചതല്ല. 10-30 മിനിറ്റ് 10-20 മിനിറ്റ് മുൻപോട്ട് പോയി. എങ്കിലും ഇന്ന് എനിക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കാൻ കർത്താവ് അവസരം ഒരുക്കി. വൈകിട്ട് ആന്റി വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, പാസ്റ്ററെ, ഈ ശുശ്രൂഷ ഉള്ളവർക്ക് നിങ്ങളുടെ സാക്ഷ്യം മറ്റു പലരെയും ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷി ഉളവാക്കും, മറ്റു പലരെയും അത്തിൽ നിന്ന് വലിച്ചൂരിയെടുക്കാൻ പറ്റിയതായിരിക്കാം. അതുകൊണ്ട് പിശാച് തടയിടുകയാണ്. അതുകൊണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ടും പിശാച് എന്ന് വൈകിട്ട് രാത്രി നേരത്തെ ഒത്തിരി
തടയിട്ട് നോക്കി. പക്ഷെ ഇല്ല, കർത്താവ് അനുവദിച്ചില്ല. ഈ സൂമിൽ ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് സാക്ഷിയെ നിൽപ്പാൻ സ്വർഗം എന്നെ സഹായിച്ചു. ഒത്തിരി 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 കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഒത്തിരി സൂം മീറ്റിങ്ങിൽ ബൈബിൾ പ്രസംഗിപ്പാൻ, വചനം ഘോഷിപ്പാൻ, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം അനേക സഭകളിൽ ബൈബിൾ പ്രസംഗിപ്പാൻ, ഓരോ സഭയിലും 3-4 തവണ ശുശ്രൂഷ സഭകളൊക്കെ ഉണ്ട്. ദൈവം അതിനെ ഉപയോഗിച്ചു. ഇതൊക്കെ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും കർത്താവിന്റെ സ്നേഹത്തെ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. എന്റെ മക്കളെ ദൈവം മാനിച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കും, യേശുവിന് ഒരു വീട് തരാൻ മതിയായവല്ലേ എന്ന്. മതി, യേശു ഒരു വാക്ക് കൽപ്പിച്ചാലേ. പക്ഷെ എന്താ അറിയോ, അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീട് ഒരുക്കാൻ പോകുന്നു, ഞാൻ ഭവനം ഒരുക്കിയാൽ നിങ്ങളെ വന്ന് ചേർക്കും. ഒരുപക്ഷെ അതായിരിക്കാം, ഞാൻ അങ്ങനെ കരുതുന്നു. പിന്നെ ദൈവത്തിന് ഓരോ സമയമുണ്ട്. ആ സമയമാകുമ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ചു തരാൻ 7 വർഷം, ഏറെ വർഷം എടുത്തു. എല്ലാവരും പറഞ്ഞു, നോ, ഒരുപാടായിപ്പോയി, ഒരുപാട് ഡിസ്റ്റൻസ് ആയിപ്പോയി, അതുകൊണ്ട് ഇന്ന് നോക്കണ്ട ഒരിക്കലും. എൻ്റെ ഏറ്റവും ഇന്റിമേറ്റ് ആയ എൻ്റെ ആന്റിമാരൊക്കെ, എൻ്റെ സഭയിലെ ആന്റിമാരൊക്കെ പറഞ്ഞതാണ്, നോക്കണ്ട അശോക് കുമാർ, ഇനി അവർ വരില്ലാണ്. പക്ഷെ അവരെ വായ അടച്ചുകൊണ്ട് 7 വർഷം കഴിഞ്ഞപ്പോൾ പിതാവാം ദൈവം സ്വർഗ്ഗ ദൂതന്മാർ എൻ്റെ വീട്ടിലേക്ക് അയച്ച് എൻ്റെ ഭാര്യയെ തിരിച്ചു തന്നു. ഞങ്ങള് സന്തോഷം. എൻ്റെ ഭാര്യ സ്ഥാനപ്പെട്ടു. വീട്ടിയപ്പുരം പാസ്റ്റർ അവളെയും സ്ഥാനപ്പെടുത്തിയത്. ഇനി എൻ്റെ മക്കൾ വരും. പക്ഷെ ദൈവത്തിന് സമയമുണ്ട്. 45-ാം വയസ്സിൽ എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ ആ സമയത്ത് മക്കളൊക്കെ ദൈവം തെരഞ്ഞെടുക്കും. 5 ബൈബിൾ കച്ചവർ വെറുതെ പോകുന്നില്ല, ദൈവം തൊടുക അവരെ. ഇപ്പൊ 70-ാം വയസ്സിലും കർത്താവിന് സാക്ഷിയെ നിൽപ്പാൻ എന്നെ ഉപയോഗിക്കുന്നില്ലേ? ഇനി എത്ര കാലം എന്ന് എനിക്കറിയില്ല. എങ്കിൽ ജീവനുള്ള കാലത്തോളം കർത്താവിന്റെ വയലിൽ അധ്വാനിപ്പാൻ, കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആൻറ്റി, ഞാൻ ഇവിടെ നിർത്തുകയാണ്. എനിക്ക് ഈ സമയം എന്നെ അനുഗ്രഹിച്ച വാത്സല്യ കർദാസിയെ, വചനദീപ്തി എന്ന ഈ സുവിശേഷ വേലയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഡമന ഹസ്തുരാരിഗമന വൈഡൽ പ്രൗഢരാരകരിഷ്യ അദ്വനാ ജീവൽ പ്രൗഢാരകരിഷ്യ റമദൽ കമനാരികനാരികന ശകനാരികനാരിക്കമനവനവ ജീവൽ പ്രൗഢാരാരിയാലന്തരാരകരിഷ്യ. അളവ് കൂടാതെ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അതിമനോഹരമായി രാത്രികാലത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ രാത്രിയിൽ കർത്താവെ, അങ്ങ് ആക്കി വെച്ച ആമേ കർത്താവ് അടിയന്റെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങയുടെ വാത്സല്യ കർദാസിയോടെ ഒപ്പം അല്പനേരം അങ്ങയുടെ സാക്ഷിയെ നിൽപ്പാൻ, അങ്ങയുടെ നാമായി നിൽപ്പാൻ കർത്താവ് എന്നെ ഉപയോഗിച്ച വലിയ ദൈവ സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവെ. തിരുഹിതമല്ലാത്ത എന്തെങ്കിലും ഒരു വാക്ക് എന്റെ വായിൽ നിന്ന് വന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം, പൊറുക്കണേ കർത്താവെ. ഈ എന്റെ സാക്ഷ്യം കേൾക്കാൻ ലോകമൊട്ടുക്കും എന്റെ സാക്ഷ്യം കേൾക്കുന്ന ആമേൻ കർത്താവെ, ആത്മാക്കളെ, ജനങ്ങളെ അങ്ങ് തൊഴണമേ കർത്താവെ. അടിയന്റെ സാക്ഷ്യത്തിലൂടെ കർത്താവ് അനേക രക്ഷയിലേക്ക് വരുവാൻ, അനേകർ മാനസാന്തരപ്പെടുവാൻ, അനേകർ രക്ഷിക്കപ്പെടുവാൻ മുഖാന്തരം ഒരുക്കണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അടിയന്റെ സാക്ഷ്യത്തോടു കൂടെ ഇരിക്കണം. അടിയന്റെ സാക്ഷ്യം കേൾക്കുന്നവരിൽ ഉള്ളിൽ അതിൽ ഓരോ വാക്കുകളും കർത്താവെ, അത് ഉള്ളിൽ കുറിക്കൊണ്ട് കർത്താവ് അവരും രക്ഷയിലേക്ക് വരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കഴിവുകൊണ്ട്, ശക്തി കൊണ്ട്, ബലം കൊണ്ട്, ജ്ഞാനം കൊണ്ട് ഒന്നുമല്ല അപ്പച്ചന്റെ ആത്മാവിനാൽ, അപ്പച്ചൻ ദിവ്യാത്മാവിനാൽ തന്നെ കർത്താവെ ജനത്തെ തൊടുമാറാകണേ പ്രാർത്ഥിക്കുന്നതാണ്. എത്ര നേരം എനിക്ക് സമയം തന്നെ എന്നെ മാനിച്ച വാത്സല്യ കർത്താവൻ ദാസി ആമേൻ ബീന തോമസ് ആന്റിക്കും അവരെ ആൾക്കാർ കുടുംബങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വാത്സല്യ ആന്റീനും ആമേൻ കർത്താവെ, അധികം പ്രായമൊന്നില്ലെന്ന് വൈകിട്ട് പറഞ്ഞു കർത്താവെ. ആമേൻ വടക്കേന്ത്യയുടെ ആമേൻ കർത്താവ് വരണ്ട നിലങ്ങളിൽ കർത്താവെ, ആമേ ഒരു ബോധത്തെ പോലെ ഓടി നടന്ന് പട്ടിണി കിടന്നു അടികൊണ്ടും സുവിശേഷങ്ങൾ ചെയ്യുന്നു കർത്താവ്. ഈ വാത്സല്യ മകളുടെ ആരോഗ്യം ക്ഷയിച്ചു കർത്താവ്. ഇനിയും കർത്താവെ അനേകർ നേടുവാൻ, അനേകരെ ആദായപ്പെടുത്തുവാൻ, അനേക രാജ്യങ്ങൾ കർത്താവ് പ്രിയ മകളെ ഉപയോഗിക്കപ്പെടുവാൻ, പ്രിയ മകളുടെ വായിലൂടെ വരുന്ന ഓരോ വാക്കും അനേകരെ രക്ഷയെ നയിക്കുന്ന വാക്കുകളായി തീരാൻ ഞാൻ പ്രാർത്ഥിക്കാം. വിശേഷ അഭിഷേകത്താൽ, വിശേഷ കൃപകളാൽ പ്രിയ മകളെ നിറയ്ക്കുമാറാകണേ. ആവശ്യങ്ങൾക്കെല്ലാം കൂടി കർത്താവ് സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കണം. പ്രിയ മകൾ ചെയ്യുന്ന ഈ വലിയ വേലയെ മാനിക്കണം. ഇനിയും ശക്തിയോടെ എടുത്ത് ഉപയോഗിക്കണേ പ്രാർത്ഥിക്കനാഥ. അന്ത്യത്തോളം ആമേൻ കർത്താവ് തിരിച്ചു വിളിക്കുന്ന കാലത്തോളം ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ ഓടുവാൻ, ഒരു ദിനം പോലെ കിടത്തി കളയാതിരിപ്പാൻ, രോഗിയാക്കിടാതിരിക്കാൻ പ്രിയ മകളെ ബലപ്പെടുത്തണം കർത്താവെ, ശക്തീകരിക്കണം. പ്രിയ മകളുടെ കുടുംബത്തായി സ്തോത്രം. വാത്സല്യ കർത്താവിനെ ഓർക്കുന്നു, മക്കളെ ഓർക്കുന്നു.
ഒരു കുടുംബത്തെ ഓർക്കുന്നു. ഒരു മകൾ ശുശ്രൂഷിക്കും ഓരോ സഭയിൽ തീ ഇറങ്ങുവാൻ ശക്തിയേറി ശുശ്രൂഷ ചെയ്യുവാൻ മകളുടെ നാവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ സ്തോത്രം. ശാക്തീകരിക്കും, ബലപ്പെടുത്തും. പുറത്തു പോകുമ്പോൾ അകത്ത് വരുമ്പോൾ സാന്ത്യം കൂടെ ഇരിക്കണം, യാത്രയെ കൂടെ ഇരിക്കണം. അനർത്ഥങ്ങൾ ആപത്തിലും അവിടെ വരാതെ കാത്തുകൊള്ളും. അനുഗ്രഹിച്ചു വാർത്തയും ഇനിയും അനേകരെ നേടുവാൻ പ്രമകളെ ബലപ്പെടുത്തണം. എളിയവനെ താഴ്ത്തുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ട് മഹത്വമാനം എടുത്ത യേശുവിന്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം. പൊന്നു പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.